സ്വാഗതം 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 സ്വാഗതം. പിതാവ് പ്രേക്ഷിത ഗണങ്ങളോട് കത്തിച്ച ദീപവുമായിക്കൊണ്ട് ലോകത്തിന്റെ പ്രകാശമായ മിശിഹ ലോകമെമ്പാടുമുള്ള എല്ലാ അഭിമന്യ പിതാക്കന്മാരുടെ അനുഗ്രഹത്തോടെ ജെറുസലേം വചന കൂടാരത്തിലേക്ക് KCBCയുടെ കരിസ്മാറ്റിക് കമ്മീഷൻ ചെയർമാൻ പ്രിയങ്കരനായിരിക്കുന്ന ഐറേനിയസ് പിതാവ് നമ്മുടെ മധ്യത്തിലേക്ക് ആനീതനാകുകയാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച് പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം അരുളാം. വന്യപിതാവിന് സ്വാഗതം. ജെറുസലേം വചന കൂടാരത്തിലെ വന്യപിതാവിന് സ്വാഗതം. ദൈവവചന ദീസനാളങ്ങൾ ജ്വലിച്ചു നിൽക്കും കൂടാരം. ഇത് വചന കൂടാരം, ഇത് വചന കൂടാരം. കരങ്ങൾ ഉയർത്തിയടിച്ച് സ്വാഗതം 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 സ്വാഗതം. കരങ്ങൾ വീശി ജനകോടികളിലേക്ക് ഈ കൂടാരത്തിൽ നിന്നും അഭിഷേകം ഒഴുകട്ടെ. കർത്താവിന്റെ പ്രത്യേകമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ സർവരിലേക്കും ഒഴുകട്ടെ. ഈ ധന്യമായ നിമിഷം ജെറൂസലം പുളകമണിയുന്നു. 22 വർഷക്കാലമായി ജെറൂസലം വചന കൂടാരത്തിലേക്ക് ആദ്യമായി ഇതാ മലങ്കര സഭയുടെ അതിരൂപത സഹായം എത്താൻ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നു. കൈകളടിച്ച് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതമരുളാം. ജെറുസലേം വചന കൂടാരത്തിലെ വന്യപിതാവിനു സ്വാഗതം. ജെറുസലേം വചന കൂടാരത്തിലെ വന്യപിതാവിനു സ്വാഗതം. ദൈവവചന ദീസനാളങ്ങൾ ജ്വലിച്ചു നീക്കും കൂടാരം. ഇത് വചന കൂടാരം, ഇത് വചന കൂടാരം. സ്വാഗതം 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 കൈകളടിച്ച് സ്വാഗതം 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 ഉയർത്തിയടിച്ച് സ്വാഗതം 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 സ്വാഗതം. ഓ ദൈവമായ കർത്താവേ, കുഞ്ഞോമന മക്കളുടെ പുഷ്പങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ ബൈബിൾ ഗ്രാമിലെ കുഞ്ഞുങ്ങളോടും പ്രേക്ഷിത ഗണങ്ങളോടും സേവന സംഘങ്ങളോടും മധ്യസ്ഥ സമൂഹത്തിൽ ചേർന്നുകൊണ്ട് അഭിമന്യ പിതാവിനെ അൾത്താരിയിലേക്ക് നമ്മൾ സ്വാഗതം അരുളുകയാണ്. കൈകളടിച്ച് നമുക്ക് സ്വീകരിക്കാം. കരങ്ങൾ ഉയർത്തിയടിച്ച് സ്വാഗതം 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 സ്വാഗതം. കൈകൾ വീശി സ്വാഗതം 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 സ്വാഗതം. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അഭിഷേക കടലായി മാറട്ടെ, അനുഗ്രഹ കടലായി മാറട്ടെ. തിരുസഭ വളരട്ടെ, ആത്മാക്കൾ രക്ഷപ്രാപിക്കട്ടെ. കൈകളടിച്ച് സ്വാഗതം 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 സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജെറൂസലേം വചന കൂടാരത്തിന്റെ ആനന്ദദായകമായ അനുഗ്രഹദായമായ ഒരു നിമിഷമാണിന്ന്. KCBC കരിസ്മാറ്റിക് റിന്യൂവൽ ന്റെ ചെയർമാനായിരിക്കുന്ന മലങ്കര സഭയുടെ തിരുവനന്തപുരം അതിരൂപതയുടെ സഹായം എത്താൻ മാർ സാമുവേൽ ഐറേനിയോസ് പിതാവ് ഇന്ന് നമ്മുടെ മധ്യത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തിരുഹൃദയ വെള്ളിയാഴ്ച ഇവിടെ കടന്നു വന്നിരിക്കുന്ന കുഞ്ഞോമന മക്കളും പ്രേക്ഷിതരും ശുശ്രൂഷകരും ഇവിടെ വന്നിരിക്കുന്ന കമ്മിറ്റി അംഗങ്ങളും
ലോകത്തിന്റെ 23 രാജ്യങ്ങളിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ധ്യാന മന്ദിരത്തെ സ്നേഹിക്കുന്ന എല്ലാ മക്കളുടെ നാമത്തിൽ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് അഭിമന്യ പിതാവിനെ ബൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ സ്വീകരിക്കാൻ പോകുകയാണ്. നമുക്ക് കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് പിതാവിനോട് സ്നേഹത്തിന്റെ ആദരവിന്റെ പ്രാർത്ഥനയുടെ ബൊക്കെ കൊടുത്ത് നമുക്ക് പിതാവിനെ സ്വീകരിക്കാം. കരങ്ങൾ ഉയർത്തിയടിച്ച് മകളെ എല്ലാവരും ഇരുന്നേ. പേപ്പൽ കൊടകളൊന്ന് ചുരുക്കിയേ. കുഞ്ഞുമക്കൾ ഇരുന്നേ. കർത്താവിന്റെ ഏറ്റവും അനുഗ്രഹദായമായ നിമിഷത്തിൽ ഈ തിരുഹൃദയ വെള്ളിയാഴ്ച മഹാകുരിശിന്റെ വഴി നടക്കുന്ന ഈ പുണ്യമായ ദിനത്തിൽ നമുക്ക് വേണ്ടി വചന സന്ദേശം നൽകുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ജോച്ചനിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയായിരുന്നു. ഐറേനിയൂസ് പിതാവിനെ നമുക്ക് വിളിക്കാം. ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ വിളിച്ചു. പിതാവ് പിന്നെ പറയുന്നത്, ഞാൻ നേരത്തെ വന്നോളാം, ഇവിടെ വന്നോളാം, എന്താ ചെയ്യേണ്ടത് ചെയ്യാം. ഏറ്റവും അടുത്ത ദിവസം ഫോണിലൂടെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛോ ഞാൻ എപ്പോഴാ വരേണ്ടത്? ഞാൻ 6:30 മണിയാകുമ്പോൾ എത്തിക്കോളാം. കേട്ടപ്പോൾ ഞങ്ങൾക്കുണ്ടായ സന്തോഷം വർണ്ണിക്കാൻ പറ്റില്ല. വളരെ നേരത്തെ വന്ന് നമ്മോടൊപ്പം ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഇന്ന് നമുക്ക് ഈ മഹാകുരിശിന്റെ വഴിയിൽ ഈ തിരുഹൃദയ വെള്ളിയാഴ്ച നമുക്ക് സന്ദേശം നൽകുവാൻ പോകുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും വിവിധങ്ങളായ ഇടവകയിൽ നിന്നും വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാവരോട് ചേർന്നുകൊണ്ട് അൾത്താരിയിലായിരിക്കുന്ന എല്ലാ വിശിഷ്ട വൈദികരോട് ചേർന്നുകൊണ്ട് അഭിമന്യ പിതാവിനെ വചന സന്ദേശം നൽകുവാൻ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഞങ്ങൾ ഒരുമിച്ച് ക്ഷണിക്കുകയാണ്. ഒന്ന് കൈയടിച്ച് അവിടെ സ്വീകരിച്ച് കൈയടിച്ച് ചേർന്ന് വന്യ പ്രൊവിൻഷ്യാലച്ചൻ, ബഹുമാനപ്പെട്ട പട്ടത്തിലച്ചൻ, ബഹുമാനരായ അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഇന്ന് ഈ വചന കൂടാരത്തിൽ ഞാനായിരിക്കുന്നത്. പൂർണ്ണമായ അർത്ഥത്തിൽ ജെറുസലേമിൽ എത്തിച്ചേർന്ന ഒരനുഭവം. ജെറുസലേമിലേക്ക് മുഖം തിരിച്ചാണ് യേശു സഞ്ചരിച്ചത്. രക്ഷണീയ കർമ്മങ്ങളെല്ലാം അരങ്ങേറിയത് ജെറുസലേമിലാണ്. ജെറുസലേമിൽ നിന്ന് എമ്മാവോസിലേക്ക് പോയവർക്കും ജെറീഖോയിലേക്ക് പോയവർക്കുമെല്ലാം ജെറുസലേമിന്റെ കൃപയിലേക്ക് മടങ്ങി വരേണ്ടിയിരുന്നു എന്നുള്ളതാണ് സത്യം. ലോകത്തോട് മുഴുവനും ജെറുസലേമിന്റെ സന്ദേശം നിരന്തരം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൃപയുടെ കൂടാരത്തെ ഓർത്ത്, ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ശുശ്രൂഷകളിൽ ഞാൻ പങ്കെടുത്തപ്പോൾ സ്വർഗീയമായൊരു അനുഭൂതി ആണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒന്നാമതായി പൗരോഹിത്യ ശുശ്രൂഷ, പൗരോഹിത്യ കൂട്ടായ്മയുടെ ശുശ്രൂഷ, അതൊന്നിനു പുറകെ ഒന്നായി ആ ശുശ്രൂഷകൾ എത്ര അനുഗ്രഹീതമായി ഇവിടെ നിറവേറ്റപ്പെടുന്നു എന്നുള്ള ഒരു അനുഭവമാണ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത്. ഇവിടെ 2 പതിറ്റാണ്ടിലേറെയായി ബഹുമാനപ്പെട്ട പട്ടത്തിലച്ചന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അത്ഭുതകരമായ ശുശ്രൂഷകളെ ഓർത്ത്, ഈ ശ്രേഷ്ഠരായ വൈദികരെ ഓർത്ത്, പൗരോഹിത്യ ശുശ്രൂഷയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. സന്യസ്തരെയും അൽമായ പ്രേക്ഷിതരെയും അണിനിരത്തിക്കൊണ്ടുള്ള ശുശ്രൂഷ ഇവിടെ ദൈവം ഒരുക്കിയ കൃപയുടെ ഇടമാണ്. 118 പുണ്യവാന്മാരുടെ കൂട്ടായ്മ
അതിൽ പക്ഷേ അത്ഭുതത്തോടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. പുണ്യവാന്മാരുടെ കൂട്ടായ്മ ഈ ലോകത്തിൽ നമ്മെ ബലപ്പെടുത്തുന്നതിന്, ഏത് പ്രതികൂലത്തെയും അതിജീവിച്ചുകൊണ്ടുള്ള നമ്മുടെ മുന്നേറ്റത്തിന് അനിവാര്യമാണ്. ഒറ്റപ്പെട്ടുള്ള നമ്മുടെ ശുശ്രൂഷകളല്ല. നാം ഈ ലോകത്തിലുള്ളവർ മാത്രമല്ല കർമ്മരംഗത്തായിരിക്കുന്നത്. നമ്മുടെ പൂർവികരുടെയും പുണ്യവാന്മാരുടെയും വലിയ പിൻബലം, മാലാഖമാരുടെയും വലിയ പിൻബലം, ആ പിൻബലത്തിൽ നിന്നുകൊണ്ടുള്ള ശുശ്രൂഷയാണ് നമ്മുടെ സഭാത്മകമായ ശുശ്രൂഷ. അതോടൊപ്പം കൊച്ചു കുഞ്ഞുങ്ങൾ ഇവിടെ വചന ഗ്രാമത്തിൽ പരിശീലിപ്പിക്കപ്പെടുന്ന ഈ കുഞ്ഞുങ്ങൾ ലോകത്തെ മുഴുവനും ഒരു ഗ്രാമമായി കാണാനും വചനത്തിൽ അധിഷ്ഠിതമായി അവരുടെ ജീവിതത്തെ മാത്രമല്ല അവർ കടന്നു ചെല്ലുന്ന എല്ലാ ഇടങ്ങളെയും വചനാധിഷ്ഠിതമായി പടുത്തുയർത്താനും പരിശീലിപ്പിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷ, ശ്രേഷ്ഠമായ ശുശ്രൂഷ. അങ്ങനെ നിങ്ങൾക്കറിയാം, നിരവധിയായ ശുശ്രൂഷകൾ ഇന്ന് ദൈവിക സ്പർശനം ആവശ്യമായിരിക്കുന്ന എല്ലാ മേഖലകളിലേക്കും സമസ്ത മേഖലകളിലേക്കും വ്യാപിച്ചു കിടക്കുന്ന ശുശ്രൂഷകൾ. അത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലായാലും, കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ വേണ്ടി ഒരുങ്ങുന്ന മാതാപിതാക്കളുടെ കാര്യത്തിലായാലും, കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി അടുത്ത് ഒരുക്കം നടത്തുന്ന ഗർഭിണികളുടെ കാര്യത്തിലായാലും, അതുപോലെ ഏതൊക്കെ മേഖലകളിൽ ശുശ്രൂഷ ആവശ്യമുണ്ടോ ആ മേഖലകളിലേക്കെല്ലാം ശ്രദ്ധ തിരിക്കാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ, കൃപയിൽ, വരദാനങ്ങളിൽ പടുത്തുയർത്തപ്പെട്ട ശുശ്രൂഷയാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്രമാത്രം ഫലദായകത്വം ശുശ്രൂഷകൾക്ക് ഉള്ളത് എന്നുള്ളതും ഈ അവസരത്തിൽ സന്തോഷത്തോടെ ഞാൻ അനുസ്മരിക്കുകയാണ്. CMI സഭാ സമൂഹത്തിന്റെ, സന്യാസ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട പട്ടത്തിലച്ഛന്റെ പ്രത്യേകമായ ശുശ്രൂഷയിൽ അച്ഛനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു ടീമായി വലിയൊരു വൈദിക കൂട്ടായ്മ രൂപപ്പെട്ട് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ തീർച്ചയായും ലോകത്തിന് മുഴുവനും മാതൃകയാണ്. നമ്മുടെ സഭയെ പടുത്തുയർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ശുശ്രൂഷയാണ് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയും ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇവിടെ ഇന്ന് നാം കുരിശിന്റെ വഴി നടത്തുന്ന ദിവസമാണ്. കുരിശിന്റെ ആശീർവാദം അത് നമ്മൾ മാത്രമല്ല, ഈ പ്രദേശത്ത് മുഴുവനും വിവിധ ദിക്കുകളിലേക്ക് കുരിശിൽ നിന്ന് ഒഴുകുന്ന കൃപ പ്രവഹിപ്പിക്കുന്ന ശുശ്രൂഷയാണ്. പൈശാചികമായ ബന്ധനങ്ങളെ തകർക്കുന്ന, കോട്ടകളെ തകർക്കുന്ന ഏറ്റവും അനുഗ്രഹകരമായ ശുശ്രൂഷയാണ്. യഥാർത്ഥത്തിൽ ഈ ശുശ്രൂഷകൾ ഇവിടെ നിന്നും നാം ഏറ്റുവാങ്ങി നമ്മൾ ഓരോരുത്തരും ഈ കുരിശിന്റെ ശുശ്രൂഷകൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടവരാണ് എന്നുള്ള ഒരു സന്ദേശം മാത്രമാണ് ഈ മണിക്കൂറിൽ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ കുരിശ്, ഉയർത്തപ്പെട്ട കുരിശ്, യഥാർത്ഥത്തിൽ കുരിശ് നിന്ദനത്തിന്റെ അടയാളമായിരുന്നു. ആ നിന്ദനത്തിന്റെ അടയാളമായ കുരിശ് രക്ഷയുടെ അടയാളമായി തീർന്നത് ഒരു ജീവിതത്തിന്റെ തീർത്ഥാടനം കുരിശും വഹിച്ചുകൊണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അവിടെ ക്രിസ്തു ഉയർത്തപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ സന്ദേശത്തിന്റെ സംഗ്രഹം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ കുരിശിന്റെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് കടന്നുപോകുന്ന നാം ഓരോരുത്തരും കുരിശെടുക്കണമെന്നുള്ള ഇന്നാദ്യമായി ഇവിടെ നൽകിയ ഒന്നാമത്തെ സന്ദേശം, ആ സന്ദേശത്തിന്റെ തുടർച്ചയായി നൽകപ്പെട്ട സന്ദേശങ്ങളും, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശും എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ. അപ്പോൾ യേശു എത്രമാത്രം കാര്യങ്ങൾ ലോകത്തിൽ പ്രവർത്തിച്ചു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. എന്റെ പിന്നാലെ വരുന്നവരെല്ലാം വെള്ളം വീഞ്ഞാക്കട്ടെ എന്ന് യേശു പറഞ്ഞില്ല. എന്റെ പിന്നാലെ വരുന്നവരെല്ലാം ആ അത്ഭുതവും ഈ അത്ഭുതവും പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞില്ല. കുരിശെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ
നടന്നാൽ ബാക്കിയുള്ള എല്ലാ അത്ഭുതങ്ങളും നടക്കും. അതുകൊണ്ട് കുരിശെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരണം. ഇപ്പൊ ക്രിസ്തുവില്ലാത്ത കുരിശാണ് സാത്താൻ ആഗ്രഹിക്കുന്നത്. അതെന്താണ്? നിന്ദനത്തിന്റെ അടയാളമാണ്, ശാപത്തിന്റെ അടയാളമാണ്. അത് വലിയ ഭാരമാണ്. അത് നമ്മെ വല്ലാതെ പരിക്കേൽപ്പിക്കുന്നതാണ്. അത് നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് എപ്പോഴും കുരിശിനെ ഈ ഒരവസ്ഥയിൽ തന്നെ ആവർത്തന പുസ്തകത്തിൽ പറയുന്ന പോലെ ഇത് ഒരു നിന്ദനത്തിന്റെ, ശാപത്തിന്റെ അടയാളമായി എന്നും മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒന്നായി നിലനിർത്തണം എന്നുള്ള സാത്താന്റെ നിശ്ചയമാണ് യേശുവിന്റെ എല്ലാ പ്രലോഭനങ്ങൾക്കും പിൻപിലുള്ളത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ കുരിശിൽ നിന്നും അകറ്റുക. കുരിശില്ലാത്ത ക്രിസ്തു ബലഹീനനാണ്, രക്ഷകനാവുകയില്ല. അതാണ് കുരിശില്ലാത്ത നമ്മുടെ ശുശ്രൂഷകൾ രക്ഷണീയമായി തീരുക ഇല്ല എന്നുള്ള പാഠം നാം മനസ്സിലാക്കണം. കുരിശിനെ വിശുദ്ധീകരിച്ച് സാത്താൻ നൽകുന്ന ആയുധത്തെ തന്നെ സ്വീകരിച്ച് രക്ഷണീയമാക്കി തീർത്തു എന്നുള്ളതാണ്. ഒരുപക്ഷേ നാം വിചാരിക്കും കുരിശ് പലതരത്തിലുള്ള കുരിശുകളുണ്ട്. ദൈവം നമുക്ക് അനുവദിച്ചു നൽകുന്ന കുരിശുകളുണ്ട്. എന്നാൽ നാം തന്നെ പല അപകടങ്ങൾ ചെന്നുപെട്ട് നാം തന്നെ വലിച്ചു വയ്ക്കുന്ന കുരിശുകളുണ്ട്. നമ്മുടെ ജീവിത ശൈലിയിൽ ഉണ്ടാകുന്ന പിഴവുകൾ കൊണ്ടോ, തീരുമാനങ്ങൾ ഉണ്ടാകുന്ന വഴിതെറ്റലുകൾ കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന നാം തന്നെ ഏറ്റെടുക്കുന്ന കുരിശുകളുണ്ട്. അതോടൊപ്പം മറ്റുള്ളവർ നമ്മുടെ മേൽ ഏൽപ്പിച്ചു തരുന്ന കുരിശുകളുമുണ്ട്. പക്ഷെ ഈ കുരിശുകളെ എന്താണ്? ഈ കുരിശുകൾ ഭാരമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ ഏതു തരത്തിലുള്ള കുരിശുകളായാലും ആ കുരിശുകളെ യേശുവിന്റെ കുരിശിനോട് ചേർത്ത് വെച്ച് രക്ഷണീയമാക്കി തീർക്കുക എന്നുള്ളതാണ്. നമുക്കെല്ലാം കുരിശുണ്ട്. പക്ഷേ കുരിശിനെ നാം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതാണ് ഈ കുരിശിനെ തിരിച്ചറിയാൻ സാധിക്കണം. അത് ശാപമല്ല, മറിച്ച് ദൈവം നൽകുന്ന സമ്മാനമാകാം. പലപ്പോഴും അത് ദൈവം നൽകുന്ന സമ്മാനമാവാം. ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് കുരിശിനെ സ്വീകരിച്ച് ആ കുരിശ് രക്ഷണീയമാക്കി രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. യേശുവിന്റെ പ്രലോഭനങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഇത് തന്നെയാണ്. പഴയ നിയമത്തിൽ അതിന്റെ വിശദീകരണത്തിലേക്ക് അവസരത്തിന് കടക്കുന്നില്ല. അപ്പോൾ പഴയ നിയമത്തിൽ ഇത് ഒരു പ്രതീകമായിരുന്നു. തടി എന്ന് പറയും, തടി, മരം. എന്നാൽ പുതിയ നിയമത്തിലായപ്പോൾ അതൊരു അത് ഒരു സംഭവമായി തീർന്നു. യേശുക്രിസ്തുവിലൂടെ സഭയിൽ അതൊരു കൂദാശയാണ്. അപ്പോൾ ഇതിനൊരു കൂദാശയായി അദൃശ്യമായി കൃപാവരം ചൊരിയുന്നതാണ് കൂദാശ. ഒരു കൂദാശയാക്കി ഇതിനെ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള രഹസ്യമാണ് യേശുക്രിസ്തുവിൽ നിന്ന് നാം പഠിച്ചെടുക്കേണ്ടത് എന്നുള്ളതാണ്. യേശുക്രിസ്തു ഈ ക്രൂശ് എന്നു മുതലാണ് വഹിച്ചു തുടങ്ങിയത്? സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അവതരണനാകാൻ അയക്കപ്പെട്ട മുഹൂർത്തം മുതലാണ്. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അമ്മയുടെ ഉദരത്തിൽ പരിമിതികൾക്ക് വിധേയനായി ഉരുവാകുന്ന നിമിഷം മുതൽ യേശുവിന്റെ ഈ യെരൂശലേമിലേക്കുള്ള യാത്ര, കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്ര ആരംഭിക്കുന്നു. അവസാനം ഈ 14 സ്റ്റേഷൻസ് എന്ന് പറയുന്നത് അത് വളരെയേറെ പ്രതീകാത്മകമായി നാം ചിട്ടപ്പെടുത്തിയിട്ടുള്ള ആ സ്റ്റേഷൻസ് ആണ്, സ്ഥലങ്ങളാണ്. ഇവിടെ യേശു പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് 40-ാം ദിവസമാണ്. നോയമ്പ് ആരംഭിച്ചിട്ട് 40 ദിവസമാവുകയാണ്. ഇന്ന് വായിക്കുന്ന സുവിശേഷ ഭാഗം തന്നെ മരുഭൂമിയിലെ യേശുവിന്റെ ആ ഉപവാസത്തെ സംബന്ധിച്ചാണ്. അവിടെ ഉപവാസം അവസാനിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആ സുവിശേഷ ഭാഗമാണ്. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. ഉപവസിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? മുമ്പിൽ വസിക്കുക. നമുക്കെല്ലാം അറിയാം. മുമ്പിൽ വസിക്കുമ്പോൾ നാം നടത്തുന്ന സംഭാഷണമാണ് പ്രാർത്ഥന. അത്
നമ്മുടെ വ്യക്തിപരമായ ബന്ധത്തെ വളർത്തും. ആ ബന്ധത്തെ വാഴപ്പെടുത്താൻ വേണ്ടി ഞാൻ നൽകുന്ന വിലയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പരിത്യാഗ പ്രവർത്തനങ്ങൾ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മള് ഈ ലോകത്തിന്റെ മുമ്പിൽ, ഭൗതികതയുടെ മുമ്പിൽ, ജഡത്തിന്റെ മുമ്പിൽ, പണത്തിന്റെ മുമ്പിൽ, കസേരയ്ക്ക് മുമ്പിൽ, അധികാരത്തിന് മുമ്പിൽ നാം ഇരിക്കുന്ന ആ ഒരവസ്ഥയിൽ നിന്നും ദൈവത്തിന്റെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതത്തെ നാം പ്രതിഷ്ഠിക്കുന്ന ദിനങ്ങളാണ് ഉപവാസത്തിന്റെ ദിനങ്ങൾ. ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ മറന്നുപോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. കാരണം ദൈവത്തിന്റെ മുമ്പിലിരിക്കുമ്പോൾ എന്താണ്? ദൈവവുമായി നാം നടത്തുന്ന സംഭാഷണം. അത് ആരംഭത്തിലൊക്കെ ദീർഘമായ സംഭാഷണം ആവശ്യമായി വരും. കുടുംബ ബന്ധത്തിൽ പോലുമാണെങ്കിൽ കുടുംബബന്ധം വളർന്നു വരുന്നതനുസരിച്ച് സംസാരം കുറഞ്ഞു വരും. ഹൃദയം കൂടുതൽ അടുക്കാനിടയായിത്തീരും. അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസം. അപ്പോൾ ഈ തപസ്സുകാലത്ത് നാം ചെയ്തത് ഭക്ഷണത്തിനുള്ള ചിട്ടപ്പെടുത്തലുകൾ മാത്രമല്ല, മറിച്ച് കൂടുതൽ പ്രാർത്ഥിക്കാനും, കൂടുതൽ വചനം കേൾക്കാനും, കൂടുതൽ വചനം ഉൾക്കൊള്ളാനും, വചനം ധ്യാനിക്കാനും നാം തയ്യാറായ നാളുകളാണ്. ധാരാളം പരിത്യാഗ പ്രവർത്തനങ്ങൾ നാം നടത്തുന്ന മഹാകുരിശന്റെ വഴിയാണെങ്കിലും അതിൽ പരിത്യാഗ ശുശ്രൂഷ കൂടിയാണ്, പ്രായശ്ചിത്ത ശുശ്രൂഷ കൂടിയാണ്. അത് യേശുവിനോടുള്ള സ്നേഹത്തിന് നാം നൽകുന്ന ആ ഒരു വിലയാണ് എന്നുള്ള നിലയിലാണ് നാം കാണേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഉപവാസം അവസാനിപ്പിച്ചപ്പോൾ സാത്താൻ അവിടെ കടന്നു വന്നു. നാം വിചാരിക്കും എന്താണ്, നല്ലൊരു ധ്യാനം കൂടി, അല്ലെ ഉപവാസം 10 ദിവസം 15 ദിവസം അല്ലെ 40 ദിവസം ഉപവസിച്ചു, അപ്പോഴേക്കും സാത്താനെല്ലാം നമ്മെ വിട്ടുപോകുമെന്ന് വിചാരിക്കും. പക്ഷേ നാം എത്രമാത്രം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ ശ്രമിക്കുമോ അത്രമാത്രം സാത്താനെ സംബന്ധിച്ചിടത്തോളം നാം അപകടകാരികളായി തീരും. അതുകൊണ്ട് സാത്താൻ ഏതെങ്കിലും മാർഗത്തിലൂടെ നമ്മെ വീഴ്ത്താൻ ശ്രമിക്കും. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് മാത്രമാണ്. യേശു തിരഞ്ഞെടുത്ത ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും മാർഗത്തിൽ നിന്ന് യേശുവിനെ വ്യതിചലിപ്പിക്കാൻ വേണ്ടിയാണ് സാത്താൻ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. യേശുവിനോട് എന്താണ് വന്ന് പറയുന്നത്, നീ എന്തിനാണ് ഉപവസിച്ചത്? നീ ദൈവപുത്രനല്ലേ? ഏതായാലും ഇത് കഴിഞ്ഞ് നീ വീട്ടിൽ ചെല്ലുമ്പോൾ നിനക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി കാത്തിരിപ്പുണ്ടെന്ന് എന്താണ് ഉറപ്പ്? നീ എന്ത് ചെയ്യണം? ഈ ഉപവാസം ഒരു അത്ഭുതത്തിലൂടെ അവസാനിപ്പിക്കണം. പലപ്പോഴും അതാണ് ഉപവാസം അവസാനിപ്പിക്കുന്നത്, ഒരു അത്ഭുത പ്രവർത്തനത്തിലൂടെയാകട്ടെ. ഈ കല്ലെടുത്ത് തറയിലടിച്ച് അപ്പമാക്കി മാറ്റി നിന്റെ പരസ്യ ജീവിതം ആരംഭിക്കാം, ഒരു അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയാണ് ഈ അത്ഭുതം? തന്റെ വയറു നിറയ്ക്കാൻ വേണ്ടിയാണ് രക്ഷകനായ യേശുക്രിസ്തു ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത് എന്ന് വന്നാൽ എത്ര ദയനീയമായ ഒരവസ്ഥയാണ്. രക്ഷകൻ അവിടെ പരാജയപ്പെടുകയാണ്. യേശു എന്തു ചെയ്തു? ആവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാമത്തെ വചനമാണ് പൗലോസ് പറയുന്നത് പോലെ വചനത്തെ വാളായി യേശു ഉപയോഗിച്ചു. മനുഷ്യരപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നീ വിചാരിക്കുന്നത് ഞാൻ 40 ദിവസം പട്ടിണി കിടക്കുകയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്താണ് യാഥാർത്ഥ്യം? ഞാൻ ദൈവത്തിന്റെ വചനം, പിതാവിന്റെ വചനം ഭക്ഷിച്ചുകൊണ്ടാണ് ഈ നാളുകളിൽ ഞാൻ കഴിഞ്ഞത്. പത്രോസിന്റെ ലേഖനം, 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം, നിങ്ങൾ രക്ഷയിലേക്ക് വളർന്നു വരേണ്ടുന്നതിന് പരിശുദ്ധവും ആത്മീയവുമായ വചനമെന്ന പാലിന് വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവീൻ. അപ്പോൾ വചനം എന്നുള്ളത് അടിസ്ഥാന ഭക്ഷണമാണ്. ഈ വചനം നിങ്ങൾക്കൊന്ന് ഏച്ചു തരാമോ? ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ രക്ഷയിലേക്ക് വളർന്നു വരേണ്ടുന്നതിന് പരിശുദ്ധവും ആത്മീയവുമായ വചനമെന്ന പാലിനു വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവീൻ. ദൈവ പൈതലിന് അടിസ്ഥാന ഭക്ഷണം എന്ന് പറയുന്നത് വചനമാണ്.
ആ വചനം ആയുധമായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. യേശുക്രിസ്തു ഇവിടെ ഈ വചനം ഭക്ഷിച്ചാണ് ബലപ്പെട്ട് ജീവിച്ചത്. നാമും ഈ വചനത്തിലുറ്റിരിക്കുന്നു. വചനത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ വചന കൂടാരത്തിൽ നാം ഇതുപോലെ ഒന്നിച്ചു കൂടുന്നത്. അവിടെ നിന്നും എന്താണ്, സാത്താനെ പിന്മാറ്റിക്കഴിഞ്ഞപ്പോൾ വീണ്ടും സാത്താൻ യേശുവിനെ കൊണ്ടുപോയത് വിശുദ്ധ നഗരത്തിലേക്കാണ്. വിശുദ്ധ ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിർത്തി. പലപ്പോഴും നമ്മൾ വിചാരിക്കും വിശുദ്ധ ദേവാലയം, വിശുദ്ധ ഇടം എന്ന് പറയുമ്പോൾ അവിടെ സാത്താൻ കടന്നു വരികയില്ല എന്ന് വിചാരിക്കും. സാത്താൻ എല്ലാ ഇടങ്ങളിലേക്കും കടന്നു വന്ന് നമ്മെ വീഴ്ത്താൻ ശ്രമിക്കും. പരിശുദ്ധമായ ജീവിതചര്യകളിലേക്ക് പോലും സൂക്ഷ്മതയോടെ ആസൂത്രിതമായി സാത്താൻ കടന്നു വന്ന് നമ്മെ വീഴിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് ധാരാളം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ വിശുദ്ധ ദേവാലയത്തിലേക്ക് അല്ല കൊണ്ടുപോയത്. എന്താണ്? വിശുദ്ധ പട്ടണത്തിലേക്കാണ് കൊണ്ടുപോയത്. വിശുദ്ധ ദേവാലയത്തിന്റെ ഉള്ളിലേക്കല്ല, മറിച്ച് വിശുദ്ധ ദേവാലയത്തിന്റെ പ്രൗഢിയിലേക്കാണ്. മുകളിൽ നിന്നുകൊണ്ട് താഴേക്ക് ചാടുക പലപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധമാണ്. സഭയുടെ പ്രൗഢിയല്ല, നമ്മുടെ ഇടവക ദേവാലയത്തിന്റെ പ്രൗഢിയല്ല, നാം ചുറ്റും നടക്കാനുള്ളവരല്ല, അതിനെ പ്രൗഢി ആഘോഷിക്കാനുള്ളവരല്ല. ദേവാലയത്തിന്റെ ഉള്ളിലേക്കല്ല സാത്താൻ യേശുവിനെയും കൊണ്ടുപോയത്, മറിച്ച് ദേവാലയത്തിന്റെ മുകളിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ നിന്നും താഴേക്ക് ചാടണം. ദേവാലയത്തിനുള്ളിൽ കൂദാശകളുണ്ട്, ബലിയർപ്പണമുണ്ട്, കൂട്ടായ്മയുണ്ട്, ദൈവസ്തുതിപ്പുകളുണ്ട്. അവിടേക്കല്ല സാത്താൻ പലപ്പോഴും നമ്മെ നയിക്കുന്നത് എന്ന്, മറിച്ച് അതുകൊണ്ടാണ് സഭയെ സംബന്ധിച്ചിടത്തോളവും പലപ്പോഴും ഉണ്ടാകുന്ന പരാജയത്തിന്റെ കാരണം ഇതാണ്. നാം വിചാരിക്കും സഭാ ശുശ്രൂഷയാണ്, ദൈവരാജ്യ ശുശ്രൂഷയാണെന്ന് വിചാരിക്കും. അത് ബാഹ്യമായ തലത്തിലുള്ള സംവിധാനങ്ങളെ പോഷിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ദൈവരാജ്യ ശുശ്രൂഷകളായി രൂപാന്തരപ്പെടുത്താൻ അതനുസരിച്ചുള്ള ഒരു സമീപനം ആവശ്യമുണ്ട് എന്ന്. അവിടെയും യേശു ആവർത്തന പുസ്തകം 6-ാം അധ്യായം 15-16 വചനങ്ങളാണ് എടുത്ത് ഉപയോഗിക്കുന്നത്. മൂന്നാമതായി യേശുവിനെയും കൊണ്ടുപോയത് ഉയർന്നൊരു മലയിലേക്കാണ്. എന്താണ് കാണിച്ചു കൊടുക്കുന്നത്? ഈ ലോകത്തിന്റെ മഹത്വം മുഴുവനും കാണിച്ചു കൊടുത്തിട്ട് എന്നെ വീണ് ആരാധിച്ചാൽ ഇതെല്ലാം നിനക്ക് തരും. അവിടെയും യേശു ആവർത്തന പുസ്തകം 6-ാം അധ്യായം 13-14 വചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സാത്താനെ വീഴിക്കുന്നത്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് കുരിശിൽ നിന്നും യേശുവിനെ അകറ്റാനാണ്, കുരിശിന്റെ പാതയിൽ നിന്നും യേശുവിനെ അകറ്റാനാണ് എപ്പോഴും സാത്താൻ ശ്രദ്ധിച്ചത്. കാരണം എന്താണ്? ഈ കുരിശിലൂടെയുള്ള, കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്രയുടെ അപകടം സാത്താൻ ശരിക്കും മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. യേശു കുരിശിൽ തറയ്ക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഈ കുരിശ് പഴയതുപോലെ ശാപത്തിന്റെ അടയാളമായി തീരുമായിരുന്നു. നമുക്ക് ദൈവം നൽകുന്ന കുരിശുകൾ, ആ കുരിശുകൾ സ്വീകരിക്കാനുള്ളതാണ്, തിരിച്ചറിയാനുള്ളതാണ്, ആ കുരിശ് വഹിക്കാനുള്ളതാണ്, ആ കുരിശ് രക്ഷണീയമായി രൂപാന്തരപ്പെടുത്താനുള്ളതാണ്. ഈ കുരിശിന്റെ ഭാരത്തിൽ തകർന്നു വീഴാനോ നിരാശപ്പെട്ട് പിന്മാറാനോ ഉള്ള ആ ഒരു പ്രലോഭനം നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളത് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവസാനം യേശു കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ അവസാനം 12-ാം സ്ഥലത്തെത്തുമ്പോൾ അവിടെ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിനെ വെല്ലുവിളിക്കുന്ന കൂട്ടരെ നാം കാണുന്നുണ്ട്. കുരിശിലെ 7 മൊഴികൾ നമുക്കറിയാം. അത് സുവിശേഷത്തിന്റെ സംഗ്രഹം തന്നെയായിരുന്നു. എന്നാൽ ചുറ്റും നിൽക്കുന്നവർ അവര് ആവർത്തിക്കുന്ന 7 മൊഴികളുമുണ്ട്. അതിൽ 5 മൊഴികളും എന്താണ്? യേശുവിനെ വെല്ലുവിളിക്കുന്നതാണ്. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്നും ഇറങ്ങി വരിക. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, കുരിശിൽ നിന്നും എപ്പോഴും അകറ്റാനാണ് സാത്താൻ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുവഴി പോയ വഴിയാത്രക്കാർ യേശു ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് വഴിയാത്രക്കാർ തലയാട്ടി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ദേവാലയം 3 ദിവസം കൊണ്ട് പുതുക്കിപ്പണിയുമെന്ന് പറഞ്ഞവനെ
നീ ദൈവപുത്രനാണെങ്കിൽ നീ നിന്നെ തന്നെ രക്ഷിക്കുക, നീ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിശിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് ദൈവപുത്ര സ്ഥാനം തെളിയിക്കണമെന്നുള്ളതാണ് ഈ ലോകം യേശുവിന്റെ മുമ്പിൽ ഉയർത്തിയ ആ ഒരു വെല്ലുവിളി. അതാണ് കുരിശിൽ കിടക്കുന്ന യേശുവിനെ സാത്താൻ ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന് ഓർമ്മിക്കണം. രണ്ടാമതായി, പ്രധാനാചാര്യന്മാരും പരിസയരും പ്രമാണിമാരും അവര് കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് യേശുവിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്നും ഇറങ്ങി വരിക, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. അപ്പടി എന്താണ് ഈ പണ്ഡിതന്മാര്, ഈ ആത്മീയതയ്ക്ക് നേതൃത്വം നൽകുന്നവരെന്താണ് പറയുന്നത്? നീ ദൈവപുത്രനാണെങ്കിൽ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് കുരിശ് വിട്ട് താഴെ ഇറങ്ങി വരണം. കുരിശിൽ നിന്നും ഇറങ്ങി വന്ന് അകന്നു നിൽക്കുന്നവനാണ് ദൈവപുത്രൻ എന്ന് അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ പറയുന്നത് വിശ്വസിക്കാമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തെറ്റായ പ്രബോധനങ്ങൾ പലപ്പോഴും ഒരുപക്ഷെ നമ്മളിൽ നിന്ന് തന്നെ പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നുള്ള അപകടം നാം തീർച്ചയായും ഓർമ്മിക്കേണ്ടതുണ്ട്. കുരിശില്ലാത്ത യേശുവിനെ കാണാൻ സാത്താൻ ഒരുക്കുന്ന കെണികൾ. മൂന്നാമതായി അവിടെ എന്താണ്? കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന പടയാളികൾ അധികാരികളെ പറ്റി ഏറ്റവും നന്നായി അറിയാവുന്നവരാണ് പടയാളികൾ. അധികാരം സംരക്ഷിക്കുന്നവരുമാണ് യഥാർത്ഥത്തിൽ പടയാളികൾ. എന്നിട്ട് പരിഹസിച്ചുകൊണ്ട് യേശുവിനോട് എന്താ പറഞ്ഞത്? നീ രാജാവാകുന്നുവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്നാണ് പറയുന്നത്. നീ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക, നീ അധികാരിയാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്നുള്ളതാണ് പടയാളികൾ പറയുന്നത്. നാലാമതായി ആ കുരിശിന്റെ ചുവട്ടിൽ അടുത്തു നിൽക്കുന്നവർ എന്നാണ് സുവിശേഷത്തിൽ വായിക്കുന്നത്. അടുത്തു നിൽക്കുന്നവർ എന്താണ്? ഏറ്റവും അടുത്തു നിൽക്കുന്നവർ. നമ്മളെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അധികം അടുത്തു നിൽക്കുന്നവരുണ്ട്. അടുത്തു നിൽക്കുന്നവർ എന്താണ് കേട്ടത്? യേശുവിന്റെ നിലവിളിയാണ് കേട്ടത്. യേൽ യേൽ ലാബാ ശബക്താനി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത്? അതാണ് എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത്? ഈ നിലവിളി അവർ തെറ്റിദ്ധരിച്ചു. ചിലപ്പോൾ നമ്മൾ തോന്നിയില്ലേ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിസ്സഹായരായി നാം ഉയർത്തുന്ന നിലവിളികൾ പോലും മറ്റുള്ളവരെന്താണ് വെല്ലുവിളികൾ പോലെ സ്വീകരിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന, നമ്മെ പരിഹസിക്കുന്ന എത്രയോ ഉദാഹരണങ്ങളുണ്ട്. പാവപ്പെട്ട അമ്മച്ചിമാരുടെ കരച്ചിൽ തെറ്റിദ്ധരിക്കുന്ന മക്കളോ മരുമക്കളോ ഉണ്ടാവാം. അല്ലെ, കുഞ്ഞുങ്ങളുടെ നിലവിളികൾ തെറ്റിദ്ധരിക്കുന്ന മാതാപിതാക്കളോ മക്കളോ ഉണ്ടാവാം. സഹോദരങ്ങളുടെ നിലവിളികൾ തിരിച്ചറിയാൻ സാധിക്കാത്ത സഹോദരങ്ങൾ ഉണ്ടാവാം. ഏറ്റവും അടുത്തു നിൽക്കുന്നവർ, പക്ഷേ അകലെ നിൽക്കുന്നവർ നമ്മെ മനസ്സിലാക്കാതിരുന്നാൽ നമുക്ക് അത്രയും വേദന ഉണ്ടാവുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അടുത്തു നിൽക്കുന്നവർ നമ്മുടെ നിലവിളി തിരിച്ചറിയാതിരിക്കുന്നത് നമുക്ക് വലിയ നൊമ്പരമാണ്. അവരെന്താണ് പറയുന്നത്? അവൻ ഏലിയായെ വിളിക്കുന്നു എന്നാണ്. ചിലപ്പോൾ നമ്മൾ കണ്ണുനീരൊഴുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് പറയും? നമ്മൾ പിണങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ അകറ്റി നിർത്താൻ ശ്രമിക്കും. അവൻ ഏലിയായെ വിളിക്കുന്നു, ഏലിയ വന്നവനെ സഹായിക്കട്ടെ എന്നാണ് അവര് യേശുവിനെ പരിഹസിക്കുന്നത്. പിന്നെ അഞ്ചാമതായി ഇടതുവശത്ത് കിടക്കുന്ന ആ കള്ളൻ, അവൻ എന്താണ് പറയുന്നത്? നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്ക്, ഞങ്ങളെയും രക്ഷിക്ക്. അവൻ എന്ത് രക്ഷയെ സംബന്ധിച്ചാണ് പറയുന്നത്? കുരിശിൽ നിന്ന് ഇറങ്ങി വന്ന് ഇതുവരെയും ജീവിച്ചതുപോലെ ജീവിക്കാൻ. പലപ്പോഴും നാം രക്ഷയും സൗഖ്യവും ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാറുണ്ട്. ഒരു മാനസാന്തര അനുഭവത്തിൽ സ്വർഗത്തെ ഉറ്റുനോക്കിക്കൊണ്ടല്ല, മറിച്ച് പലപ്പോഴും എന്താണ്, എന്റെ പഴയ ജീവിത രീതിയിലേക്ക് മടങ്ങിപ്പോകാൻ ദൈവത്തിന്റെ സഹായം തേടിക്കൊണ്ട് കടന്നു വരുന്നവർ. നീ ദൈവപുത്രനാണെങ്കിൽ എന്താണ്? നീ നിന്നെ തന്നെ രക്ഷിക്കുക, എന്നെ രക്ഷിക്കുക. ഞാൻ ഈ കുരിശിൽ നിന്ന് ഇറങ്ങി വന്ന് എന്റെ പഴയ ജോലിയുമായി, എന്റെ പഴയ ജീവിതാവസ്ഥയിൽ ഞാനൊന്ന് ജീവിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും ഞാൻ സൂചിപ്പിച്ചെന്താണ്? അവസാനം വരെയും കുരിശേശുവിന് ക്ലേശകരമായിരുന്നു.
ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അതാണ്. തന്റെ മാനുഷികതയിൽ യേശു വളരെയേറെ വേദനിച്ചു. ഈ കുരിശ് വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ മരണമുഹൂർത്തം വരെയും പിതാവേ അവിടുത്തെ കൈവിട്ടോ എന്ന് പോലും നിലവിളിക്കുന്ന ആ ഒരു നിലവിളിയുണ്ട്. തലേ രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു മാനുഷികതയിലുള്ള നിലവിളി. ആ നിലവിളിയുടെ അവസാനം എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. ബാക്കി 2 മൊഴികളുണ്ട്. അതിൽ നമുക്കറിയാം, അത് വലതുഭാഗത്തെ കള്ളന്റെ മൊഴിയാണ് ഒന്നാമതായിട്ടുള്ളത്. കുരിശിൽ നിന്നും തുല്യ ദൂരത്തിലാണ് 2 കള്ളന്മാരും. അവര് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണ്. അവരർഹിക്കുന്ന തെറ്റിനാണ് അവർക്ക് ശിക്ഷ ലഭിച്ചത്. ആ ഒരു ബോധ്യം ഈ വലതുഭാഗത്തെ കള്ളനുണ്ടായി അവസാന മുഹൂർത്തം. കാരണം എന്താണ്? യേശുവിന്റെ കുരിശിൽ കിടന്നുകൊണ്ടുള്ള പ്രതികരണം കണ്ടുകൊണ്ടാണ് ഈ കള്ളൻ മനസാന്തരപ്പെട്ടത് എന്ന്. അതാണ് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കുരിശും വഹിച്ചുകൊണ്ടുള്ള നമ്മളുടെ യാത്രയിൽ നാം എങ്ങനെയാണ് ഈ പീഡാനുഭവങ്ങളെ, കുരിശിന്റെ അനുഭവങ്ങളെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് മറ്റുള്ളവരെ മാനസാന്തരപ്പെടുത്തുന്ന മുഖ്യമായൊരു കാര്യം. നമ്മുടെ വിജയത്തിന്റെ മുഹൂർത്തങ്ങളിലും നമ്മുടെ ആരോഗ്യത്തിന്റെ സന്ദർഭങ്ങളിലും നമ്മളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ പ്രതികരണങ്ങളല്ല, അതിനേക്കാൾ കൂടുതലായി നാം കുരിശ് വഹിക്കുമ്പോൾ, നാം വേദന അനുഭവിക്കുമ്പോൾ, രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ, ഒറ്റപ്പെടലിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന മുഹൂർത്തങ്ങളിലൊക്കെ നമ്മളുടെ പ്രതികരണങ്ങളാണ് മറ്റുള്ളവരെ നമ്മെ ശക്തിപ്പെടുത്തുന്നവനിലേക്ക് ആകർഷിക്കാൻ ഇടയായിത്തീരുന്നത് എന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്. വലതുഭാഗത്തെ കള്ളനും ഇടതുഭാഗത്തെ കള്ളനും യേശുവിന്റെ കുരിശിൽ നിന്നും ഒരേ ദൂരത്തിലായിരുന്നു. പക്ഷേ ഈ വലതുഭാഗത്തെ കള്ളൻ അവൻ തന്റെ വേദനകളിൽ നിന്നും അവൻ കണ്ണുതിരിക്കാനും ഇവിടെ ഈ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നവന്റെ കുരിശിലേക്ക് നോക്കാനും അവന്റെ അവസാന മൊഴികൾ അവന്റെ ഹൃദയത്തിൽ സ്വീകരിക്കാനും തയ്യാറായപ്പോൾ അവൻ മാനസാന്തര അനുഭവത്തിലേക്ക് തിരിച്ചു വന്നിട്ട് അവൻ പറഞ്ഞു, ഇതെനിക്ക് അർഹിക്കുന്നതാണ്, അതാണ് ഈ ശിക്ഷ എനിക്ക് അർഹിക്കുന്നതാണ്. എന്നാൽ ഇവൻ വഹിക്കുന്ന ഈ ശിക്ഷ അവൻ അർഹിക്കുന്നതല്ല. ആരുടെ ശിക്ഷയാണ് ഏറ്റെടുത്തിരിക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ശിക്ഷയാണ്. ഈ കള്ളന് വേണ്ടി കൂടിയാണ് യേശു കുരിശിൽ പീഡയേൽക്കുന്നത് എന്ന് അവൻ തീർച്ചയായും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അവന്റെ നിലവിളി, എന്റെ ദൈവമേ, ഞാൻ ഈ വേദനയ്ക്ക് അർഹനാണ്, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശിക്ഷ, ആ ശിക്ഷയ്ക്ക് അർഹനാണ്. പക്ഷേ നീ പരമപരിശുദ്ധനാണ്, എങ്കിലും നീ എന്നെ ഓർമ്മിച്ചു കൊള്ളണമേ എന്നുള്ള നിലവിളി. എത്ര സ്വീകാര്യമായ നിലവിളിയായി പ്രിയപ്പെട്ടവരെ. ഉടൻ തന്നെ അവന് പ്രത്യുത്തരം ലഭിച്ചു. മാനസാന്തരപ്പെട്ടുകൊണ്ട് നാം ഉയർത്തുന്ന നിലവിളിക്ക് നാളേക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. പ്രത്യുത്തരത്തിന് അപ്പോൾ തന്നെ നമുക്ക് പ്രത്യുത്തരം ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. ഇന്നു നീ എന്നോടൊപ്പം പർദീസായിലായിരിക്കും. ഇന്ന് ഞാൻ ഏത് നിമിഷമാണ് ഞാൻ മാനസാന്തരപ്പെടുന്നത് എന്ന്. ആ നിമിഷം സ്വർഗം നമ്മെ ശ്രദ്ധിക്കുകയും സ്വർഗം നമുക്ക് പ്രത്യുത്തരം നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അവസാനത്തെ സ്വരം നാം കേൾക്കുന്ന ആരുടേതാണ്? ശതാധിപന്റെ സ്വരമാണ്. യേശുവിന്റെ ക്രൂശാരോഹണത്തിന് നേതൃത്വം നൽകുകയും യേശുവിനെ നിന്ദനത്തിന്റെ കിരീടമണിയിക്കുകയും ചെയ്ത ശതാധിപൻ യേശുവിലേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു പറയുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനമുണ്ട്, ഇവൻ സത്യമായും ദൈവപുത്രനാകുന്നു. എങ്ങനെയാണ് തിരിച്ചു പറയാൻ ഇടയായി തീർന്നത്? എങ്ങനെയാണ് അവൻ വിളിച്ചു പറയാൻ ഇടയായി തീർന്നത്? യേശുക്രിസ്തുവിന്റെ മറ്റ് പ്രവർത്തനങ്ങളും പ്രബോധനങ്ങളും ഒന്നും കണ്ടല്ല. മറിച്ച് ഈ അവസാന മുഹൂർത്തത്തിൽ, ക്രൂശിൽ അവസാന മുഹൂർത്തത്തിൽ, മരണത്തോട് മല്ലിടിക്കുന്ന മുഹൂർത്തത്തിലും തന്നെ മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഉള്ള ഏക ന്യായം ഇവർ ചെയ്യുന്നത് എന്ത് എന്നറിയുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട്
സ്വന്തം വേദനകളെ സമർപ്പിച്ചുകൊണ്ട് അവൻ നിലവിളിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി നിലവിളിക്കുകയും ചെയ്യുന്നവന്റെ സ്വരം അവൻ കണ്ടു. അവന്റെ മുഖഭാവം അവൻ കണ്ടു. ഇതുപോലെ ഒരു ക്രൂശിതനെ ഒരിക്കലും കണ്ടിട്ടില്ല. ശാപവാക്കുകൾ കൊണ്ട് മലീമസമാകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഏത് ക്രൂശിതനും മരിച്ചു വീഴുന്നത് എങ്കിൽ ഇവിടെ പ്രസന്നവദനായി മറ്റുള്ളവരെ അനുഗ്രഹിച്ച് തലചായിക്കുന്ന ഒരുവനിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, ഇവൻ സത്യമായും ദൈവപുത്രനാകുന്നു. തന്റെ അടുത്ത് കിടക്കുന്നവന്റെ നേരിയ നെടുവീർപ്പുകൾ പോലും ശ്രദ്ധിച്ചു. താൻ മരണവേദനയിൽ പിടയുമ്പോൾ ഈ വലതുഭാഗത്തെ കള്ളന്റെ ഈ നെടുവീർപ്പിനോട് പ്രത്യുത്തരിച്ച യേശുക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് ശതാധിപൻ വിളിച്ചു പറഞ്ഞു, ഇവൻ സത്യമായും ദൈവപുത്രനാകുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് പറയാൻ സാധിക്കും, ഇവൻ സത്യമായും യേശുക്രിസ്തുവിനെ മുന്നോട്ട് ജീവിച്ചവനാണ് എന്ന് പറയാൻ സാധിക്കുന്നത് ഈ വചനവേദിയിൽ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന മുഹൂർത്തത്തിലല്ല, മറിച്ച് എന്റെ വേദനകളെ, എന്റെ കുരിശനുഭവങ്ങളെ ഞാൻ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് നമുക്ക് സാക്ഷികളായി തീരാൻ സാധിക്കുന്നത് എന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്. നാം ഒന്നുകൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ യേശുവിന്റെ ശിരസിൽ മുൾക്കിരീടം അണിയിച്ചു. പരിഹാസത്തിന്റെ മുൾക്കിരീടം. അത് ശരീരത്തിനേൽക്കുന്ന മുറിവ് മാത്രമല്ല, മറിച്ച് മനസ്സിനേൽക്കുന്ന വലിയ മുറിവുണ്ട്. നിന്ദനത്തിന്റെ, പരിഹാസത്തിന്റെ ആ ഒരു മുറിവുകൾ കൂടിയുണ്ട്. ഈ തീവ്രമായ മനസ്സും ശരീരവുമെല്ലാം മുറിവേറ്റ് തകർക്കപ്പെടുന്ന നിന്ദനത്തിന്റെ മുഹൂർത്തത്തിൽ യേശു ഒരസഹ്യതയും കാണിച്ചില്ല. ഈ നിന്ദനത്തിന്റെ കിരീടം വലിച്ചെറിയാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചില്ല. അവൻ വല്ലാതെ തല കുടഞ്ഞില്ല. ആ മുൾക്കിരീടം അവിടെ ഇരിക്കട്ടെ എന്ന് യേശു വിചാരിച്ചു. നാം അറിയാത്ത കാര്യങ്ങൾക്ക് നമ്മെപ്പറ്റി അപവാദം പറയുന്ന എത്രയോ വ്യക്തികളുണ്ട്. നാം അർഹിക്കാത്ത എത്രയോ നിന്ദനങ്ങളിലൂടെ നാം കടന്നു പോകുന്നുണ്ട്. അവിടെ നാം അസഹ്യത കാണിക്കേണ്ട ആവശ്യമില്ല. എന്താണ്? അതവിടെ ഇരിക്കട്ടെ. അതിന് ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. അത് രക്ഷണീയമായി തീരാനും അത് സാക്ഷ്യപൂർണമായി തീരാനും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവസാനം ഈ മുൾക്കിരീടം അണിയിച്ചവൻ തന്നെ അവന്റെ മുൾക്കിരീടം മാറ്റാനും അവന് ദൈവപുത്രന്റെ കിരീടം അണിയിക്കാനും തയ്യാറായി ശതാധിപൻ. അതാണ് നമ്മെ എത്രമാത്രം ആവേശം കൊള്ളിക്കുന്ന ഒരു സംഭവമാണെന്ന് ഓർമ്മിക്കണം. പ്രിയപ്പെട്ടവരെ, നിന്ദനത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ പക്ഷേ വർഷങ്ങളോ പതിറ്റാണ്ടുകളോ കഴിഞ്ഞു പോകേണ്ടി വന്നു എന്ന് വരാം. എന്നാൽ നമ്മളിൽ ഈ കിരീടങ്ങൾ, സത്യത്തിന്റെ കിരീടം, മഹത്വത്തിന്റെ കിരീടം, അംഗീകാരത്തിന്റെ കിരീടം മറ്റാർക്കും തട്ടിത്തെളിപ്പിക്കുക സാധ്യമല്ല. അതിലൂടെ നാം കൂടുതൽ ബഹുമാന്യരായി തീരാൻ ഇടയായിത്തീരും. ഇന്ന് എനിക്കുണ്ടാകുന്ന ഒറ്റപ്പെട്ട അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ദൈവത്തോടുള്ള എന്റെ ബന്ധമോ മറ്റുള്ളവരോടുള്ള എന്റെ ബന്ധമോ ഞാൻ വിലയിരുത്താൻ ഇടയായിത്തീരരുത്. നാം ദൗർഭാഗ്യത്തിലാണ് ജീവിക്കുന്നത്, ഞാൻ ഭാഗ്യദോഷിയാണ് എന്ന് നിന്ദനത്തോടെ നമ്മെ തന്നെ കാണാൻ ഇടയാകരുത്. ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്, എന്നെ സവിശേഷമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തോടെ ഈ വേദനകൾക്ക് മധ്യേ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 50-51 വചനങ്ങൾ. യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു. യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു. അപ്പോൾ ദേവാലയത്തിലെ തിരശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. ഇവിടുത്തെ നാം ഗൗരവമായി ധ്യാനിക്കേണ്ട ഒരു വിഷയമാണിത്. യേശുവിനെ നിലവിളിക്കാൻ എത്രയോ സന്ദർഭങ്ങൾ ഇതിനു മുമ്പുണ്ടായിരുന്നു. അവിടുന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചു. ആ നിലവിളിയുടെ സ്വരം തിരശീല രണ്ടായി, മുകൾ മുതൽ രണ്ടായി താഴെ വരെ കീറുന്നതിന് കാരണമായി.
2 ഭൂമി കുലുങ്ങി, 3 പാറകൾ പിളർന്നു, 4 ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. യേശുവിന്റെ ഈ ഒരു നിലവിളി, യഥാർത്ഥത്തിൽ ഈ നിലവിളി കേൾക്കാതെ ജീവിക്കുന്നവർക്കാണ് പാറ പോലെയുള്ള ഹൃദയവുമായി ജീവിക്കാൻ സാധിക്കുന്നത്. നാം നിൽക്കുന്ന ഭൂമി ഒന്ന് ഇളക്കും. ആ ഒരു ഭൂമിക, നാം ചലിക്കുന്ന ഭൂമിക ഒന്ന് ചലിക്കാനിടയായി തീരും. ദൈവത്തിന്റെ നിലവിളി, എന്നെ പ്രതിയുള്ള നിലവിളി, ആ നിലവിളി ഭൂമി കുലുക്കി. അതാണ് എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് അതാണ്. ഒരിക്കൽ ഈ നിലവിളി കേൾക്കാൻ എനിക്കിടയായാൽ എന്റെ ഭൂമിക, ഞാൻ നിൽക്കുന്ന മണ്ണ് ഇളകാനിടയായിത്തീരും. എന്റെ ജീവിതത്തെ മുഴുവനും പിടിച്ചുലയ്ക്കാനിടയായിത്തീരും. പാറക്കെട്ടുകൾ തകർക്കും. അതാണ്, പാറക്കെട്ടുകൾ തകർക്കും. എന്റെ ഹൃദയം പാറക്കെട്ടിന് സമാനമായി കഠിനമായി പോയിട്ടുണ്ടാവാം. ആ പാറക്കെട്ടിനെ തകർക്കുന്ന ഒരനുഭവം, ശവകുടീരങ്ങൾ തുറക്കുന്ന ഒരനുഭവം, അത് തീർച്ചയായും എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ പുണ്യവാന്മാരുടെ കൂട്ടായ്മയെ സംബന്ധിച്ച്. നമുക്ക് മുമ്പേ ഈ യേശുവിന്റെ പിന്നാലെ കടന്നുപോയി മഹത്വത്തിൽ പ്രവേശിച്ചിരിക്കുന്ന പുണ്യവാന്മാരുടെ അവർ കൂട്ടായ്മ അനുഭവത്തിൽ നമ്മെ ഒന്നിപ്പിക്കുന്ന ആ അവരുടെ ആ ഒരു സാന്നിധ്യത്തെ സംബന്ധിച്ച്, തിരുശേഷിപ്പുകളെ സംബന്ധിച്ച് ഞാനിവിടെ സൂചിപ്പിച്ചു. ഓരോ കബറിടവും യഥാർത്ഥത്തിൽ അടഞ്ഞു കിടക്കാനുള്ള ഒന്നല്ല, മറിച്ച് നാം തുറന്നു പരിശോധിക്കണം. നമ്മുടെ പൂർവീകരുടെ കബറിടങ്ങളാണ്. നമ്മുടെ പൂർവീകരുടെ കബറിടങ്ങളാണ്. നാം എങ്ങനെ ഇവിടെ എത്തി, ഇങ്ങനെ ആയിരിക്കുന്നു, ഈ വിശ്വാസത്തിൽ ജീവിക്കുന്നു, ഇങ്ങനെ നാം അനുഗ്രഹീതരായി എങ്ങനെ ജീവിക്കുന്നു? നമ്മുടെ പൂർവീകരുടെ കബറിടങ്ങൾ തുറക്കാനും അവരുടെ വിശ്വാസ സാക്ഷ്യത്തെ ധ്യാന വിഷയമാക്കാനുമുള്ള ഒരു സന്ദർഭം കൂടിയാണ് സ്വർഗത്തിന്റെ നിലവിളി എന്നുള്ളത് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. തീർച്ചയായും യേശു ഈ പരേതരോടൊപ്പം നിദ്ര പ്രാപിച്ചു എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം എന്റെ മണ്ണിളകുകയും ഞാൻ എന്റെ ജീവിതം മുഴുവനും ഉലയ്ക്കുകയും എന്റെ ഹൃദയം ആർദ്രമായി തീരുകയും പിളർക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മുഹൂർത്തത്തിൽ എന്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്കും എന്റെ പൂർവികരിലേക്കും ആ ഒരു വിശ്വാസ പാരമ്പര്യത്തിലേക്കും അവരുടെ ജീവിത മാതൃകകളിലേക്കും അവരുടെ പുണ്യ ജീവിതത്തിന്റെ നന്മകളിലേക്കും നമുക്ക് കടന്നു വരാനുള്ള ഒരവസരം കൂടിയാണെന്ന് ഓർമ്മിക്കണം. ഈ നിലവിളി യേശു അതുവരെ പറഞ്ഞിട്ടില്ലാത്തതിന്റെ എല്ലാം സംഗ്രഹം കൂടിയാണ്. സുവിശേഷത്തിൽ എഴുതപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവാണ് ഗ്രന്ഥകർത്താവ്, നമുക്കറിയാം. മത്തായിയും മർക്കോസുമാണ് ഈ നിലവിളിയെപ്പറ്റി പറയുന്നത്. പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ എന്താണ്? യേശു ധാരാളം പ്രസംഗിച്ചു, പക്ഷേ പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടില്ല, പറഞ്ഞതെല്ലാം എഴുതപ്പെട്ടിട്ടില്ല. എന്നാൽ ഇതുവരെയും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്ത രഹസ്യങ്ങളെ ഒതുക്കി ഒരു നിലവിളിയായി തലമുറകൾ ഉയർത്തിയതാണ് കുരിശിലെ നിലവിളി എന്നുള്ളത് നാം ഓർമ്മിക്കണം. ആ ഒരു നിലവിളി ഒരു പുതുയുഗത്തിന്റെ പിറവി പ്രഖ്യാപിക്കുന്ന കാഹളമായി രൂപാന്തരപ്പെട്ടുവതാണ്. ഒരു പുതുയുഗത്തിന്റെ പിറവി പ്രഖ്യാപിക്കുന്ന കാഹളമായി മാറി. അതോടൊപ്പം ആ നിലവിളി ഈ തലമുറയ്ക്ക് പുതിയ ഒരമ്മയെ നൽകുന്ന, ഒരമ്മ പിറക്കുന്ന മുഹൂർത്തമായി മാറി. പരിശുദ്ധ അമ്മ തലമുറകൾക്ക് മുഴുവനും അമ്മയായി തീരുന്ന ഒരു മുഹൂർത്തം കൂടി അവിടെ അടയാളപ്പെടുത്താൻ ഇടയായി തീർന്നു എന്നുള്ളതും നാം ഓർമ്മിക്കണം. പ്രിയപ്പെട്ടവർ, ഈ 12ാം സ്ഥലം പുരുഷന്റെ മഹത്വത്തിന്റെ ഇടമാണ്. നാം കുറ്റം വിധികൾക്കൊക്കെ വിധേയരായി നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന കുരിശുകൾ വഹിച്ച് നാം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ കുരിശുമായി നാം മുന്നോട്ടുള്ള ആ ഒരു യാത്രയിൽ എത്തിച്ചേരേണ്ട 12ാമത്തെ സ്ഥലമുണ്ട്. അവിടെയാണ് ഇതിനെ മഹത്വം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നത്. അവിടെയാണ് ഈ മഹത്വം കണ്ടെത്താൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടെ സഭയുടെ ഒരു പ്രതിരൂപം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു.
12-ാം സ്ഥലത്ത് സഭയുടെ പ്രതിരൂപം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ഒരു പള്ളി ഇതാണ്. സഭയെ നിലനിർത്തുന്നത് എന്താണ്? പൗരോഹിത്യവും വിശുദ്ധ കുർബാനയും വചന ശുശ്രൂഷയുമാണ്. സഭ എങ്ങനെയാണ് രൂപപ്പെട്ടത്? വചനം സ്വീകരിച്ചവർ മാമോദീസ സ്വീകരിച്ചു. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന ഇവയിലുറ്റിരുന്നു. വചനം സ്വീകരിച്ചൊരു കൂട്ടായ്മയായി മാറി. ആ കൂട്ടായ്മ അവിടെ ബലിപീഠം തീർത്തു. അതാണ് അപ്പം മുറിക്കൽ. പങ്കുവയ്ക്കുന്ന ഒരു സമൂഹമായി മാറി. ഈ കുരിശ്, ആ കുരിശിൽ ഒരു ബലിപീഠമുണ്ട്. ആ കുരിശിൽ ഒരു അഗ്നിപീഠമുണ്ട്. അതാണ് വചനപീഠമുണ്ട്. അപ്പോൾ ഇവിടെ വചനമില്ലാതെ ബലിപീഠമില്ല, ബലിയില്ല. വചനം മുറിക്കാതെ അപ്പം മുറിക്കുക സാധ്യമല്ല. അതാണ് നമ്മൾ വചനം സ്വീകരിച്ചു മാനസാന്തരപ്പെടുന്നവരാണ് കൂട്ടായ്മയായി മാറുന്നതും ആ കൂട്ടായ്മയുടെ ആഘോഷമായി ബലിയിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുന്നതും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കുരിശിൽ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് സഭയുടെ പ്രതിരൂപം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. 12-ാം സ്ഥലത്ത് അവിടെ ഒന്നാമതായി വചന ശുശ്രൂഷയുണ്ട്. വചനപീഠവും അഗ്നിപീഠം തന്നെയാണ്. വചനമാകുന്ന അഗ്നി ഈ തലമുറകളിലേക്ക് ഒഴുകിയെത്തുകയാണത്. ഞാൻ പറഞ്ഞ നിലവിളി തീർച്ചയായും വചനത്തിന്റെ സംഗ്രഹമാണ്. 7 മൊഴികൾ അത് വചനത്തിന്റെ സംഗ്രഹമാണ്. കുരിശു തന്നെ യേശു പ്രഖ്യാപിച്ച, അതുവരെ പഠിപ്പിച്ച എല്ലാ വചനങ്ങളുടെയും ആ ഒരു സംഗ്രഹമാണ് കുരിശിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. നമുക്ക് ഒന്നുമില്ലാതെ കുരിശിന്റെ മുമ്പിൽ നാം ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ നമുക്കെന്താണ്? കുരിശ് നമ്മോട് സംസാരിക്കും. മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയോട് സംസാരിച്ച് നമുക്കറിയാം. ഫ്രാൻസിസ് നീ പള്ളി പണിയുക എന്ന്. ഈ കുരിശിലേക്ക് നോക്കി നമുക്ക് വചനം ധ്യാനിക്കണം. ഈ വചനത്തിന്റെ മുഴുവനും ഒരു സംഗ്രഹമാണ്. യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട ആ വചനത്തിന്റെ ഒരു പൂർത്തീകരണമാണ് കുരിശിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. രണ്ടർത്ഥത്തിൽ. ഒന്ന്, അവിടുത്തെ ജീവിതത്തിൽ ഇവിടെ പൂർണ്ണമാക്കപ്പെട്ടു വചനത്താൽ. എല്ലാ തിരുവെഴുത്തുകളും പൂർത്തിയായി. അതാണ് പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ അവിടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിച്ച ഏശയ്യായുടെ പുസ്തകം വായിച്ചിട്ട് അടച്ചു വെച്ചിട്ട് യേശു പറഞ്ഞു, ഈ തിരുവെഴുത്തുകൾ നിറവേറിയിരിക്കുന്നു. അതുവരെയുള്ള തിരുവെഴുത്തുകൾ പൂർത്തിയായി. പിന്നീട് തന്നെ പറ്റിയുള്ള തിരുവെഴുത്തുകൾ എല്ലാം പൂർത്തിയാക്കിക്കൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, എല്ലാം പൂർത്തിയായി. താൻ പ്രഘോഷിച്ചതും പ്രഘോഷിക്കേണ്ടതുമെല്ലാം പൂർത്തിയാക്കി. യേശു അവിടെ തന്റെ വചന ശുശ്രൂഷയുടെ പൂർത്തീകരണം ആഘോഷിച്ചതാണ് കുരിശിൽ. ആ വചനത്തിന്റെ സംഗ്രഹം 7 മൊഴികളിലായി അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊരു വചനപീഠമാണ്. രണ്ടാമതായി ബലിപീഠമാണ് കുരിശ് എന്ന്. ബലിപീഠമാണ്. യേശുക്രിസ്തുവിന്റെ ബലി പൂർത്തീകരിക്കപ്പെട്ടത് കുരിശിലാണ്. എല്ലാം പൂർത്തിയായി. പിതാവിന്റെ തൃക്കരങ്ങളിൽ അവൻ തലചായിച്ചു. യേശു പുതിയ പൗരോഹിത്യം അവിടെ സ്ഥാപിച്ചു. മൂന്നാമതായി സഭയെ നിലനിർത്തുന്നത് എന്താണ്? പൗരോഹിത്യമാണ്. പഴയ പൗരോഹിത്യം ആടുകളെയും പ്രാവുകളെയും എനിക്ക് പകരം, നമ്മുടെ സമൂഹത്തിന് പകരം മറ്റു പലതിനെയും ബലി കഴിച്ചിരുന്നെങ്കിൽ ഇവിടെ ബലിയർപ്പകനും ബലിവസ്തുവും യേശുക്രിസ്തുവായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷകനായ യേശുവേ, എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിച്ച് പുതിയ ബലിപീഠം തീർത്ത എന്റെ കർത്താവേ, എന്നെ തന്നെ ബലിവസ്തുവാക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. യേശു വന്നത് എല്ലാ നിയമവും പ്രവചനങ്ങളും ആരാധനയും പൗരോഹിത്യവും പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. എല്ലാം പൂർത്തീകരിക്കപ്പെട്ടത് അവനിലാണ്. നാം ഇവിടെ വായിച്ചു, ആ നിലവിളി കേട്ട് തിരശീല 2 കീറി ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഇന്ന് കടന്നു ചെല്ലാൻ, പുതിയൊരു ആരാധനയുമായി കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കുന്നു. മാമോദീസ അൽമായരുടെയും പൗരോഹിത്യമാണ്. ബലിയിൽ അവർക്കും ഈ പൗരോഹിത്യപരമായ ഭാഗഭാഗിത്വം ഉണ്ടാകാനിടയായിത്തീർന്നു. പുതിയൊരു പൗരോഹിത്യത്തിന്റെ
പുതിയൊരു ആരാധനയുടെ തുടക്കം അവിടെയാണ്, അല്ലെങ്കിൽ ആരാധനയുടെ പൂർത്തീകരണം നമുക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കുന്നു. അങ്ങനെ പൗരോഹിത്യത്തിന്റെ പൂർണ്ണത പുതിയൊരു പുരോഹിതൻ. അപ്പോൾ കുരിശിൽ ഒന്നാമതായി അത് വചനപീഠമാണ്, രണ്ടാമതായി അത് ബലിപീഠമാണ്, മൂന്നാമത് അവിടെ പൗരോഹിത്യത്തിന്റെ പൂർണ്ണത നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. നാലാമതായി ആ കുരിശിന്റെ ചുവട്ടിൽ അപ്പോസ്തലന്മാരുടെ പ്രതിനിധിയായി, അപ്പോസ്തല പാരമ്പര്യത്തിന്റെ പ്രതീകമായി യോഹന്നാൻ ശ്ലീഹായെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യസഭയുടെ അടയാളം എന്ന് പറയുന്നത് ഈ അപ്പോസ്തോലിക പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിന്റെ ഭാഗഭാഗിത്വം നമുക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കുന്നു. അഞ്ചാമതായി പരിശുദ്ധ അമ്മ സഭയുടെയും അമ്മയാണ്. പരിശുദ്ധ അമ്മ സഭയുടെ പ്രതിരൂപവുമാണ്. യേശുക്രിസ്തുവിന്റെ ശരീരത്തിന് 33.5 വർഷം ജീവിച്ചിരുന്ന യേശുക്രിസ്തുവിന്റെ അമ്മ മാത്രമല്ല, മറിച്ച് സഭാഗാത്രത്തിന്റെയും അവിടുത്തെ മൗലിക ശരീരമായ സഭാഗാത്രത്തിന്റെയും അമ്മയാണ് പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ബലിയിൽ ഭാഗവാക്കായതിലൂടെയാണ് പരിശുദ്ധ അമ്മ രക്ഷകന്റെ അമ്മയായി തീർന്നത്. യേശുക്രിസ്തുവിന്റെ അമ്മ യേശുക്രിസ്തുവിന്റെ രക്ഷണീയ കർമ്മങ്ങളിൽ അണുവിട തെറ്റാതെ പിന്തുടർന്നു. ആ ബലിയിൽ ഭാഗവാക്കായി, ബലിയുടെ സ്ത്രീയായി മാറി. അവൾ എന്താണ്? സാവകാശം ഈ ലോകത്തിന്റെ മുഴുവനും അമ്മയായി രൂപാന്തരപ്പെട്ടത് ഈ കുരിശിൽ വെച്ചാണ് എന്നുള്ളത് നാം ഓർമ്മിക്കും. ഈ ലോകത്തിന്റെ മുഴുവനും അമ്മയായി മാറി. രക്ഷകനായ യേശുവേ, ഏറ്റുചൊല്ലുക, രക്ഷകനായ യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ അമ്മയെ അമ്മയായി നൽകിയിരിക്കുന്നതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതോടൊപ്പം അതിനോട് ചേർന്ന് വിശ്വാസികളുടെ പ്രതിനിധിയായി ഏതാനും സ്ത്രീകൾ. സഭ കൂദാശ ചെയ്യപ്പെട്ടത് ബെന്തിക്കോസ്ത് ദിനത്തിലാണ്. പക്ഷേ സഭയുടെ പ്രതിരൂപം നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കുന്നു. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഇതാണ്, നമ്മളുടെ കുരിശും വഹിച്ചുകൊണ്ടുള്ള ആ ഒരു യാത്രയിൽ നാം എത്തിച്ചേരുന്നത് ഈ സമ്പൂർണമായ സഭാത്മകതയിലാണ്. ഞാനിവിടെ വചന ശുശ്രൂഷകനായി മാറുന്നു. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന് ഞാൻ ഭാഗവാക്കാകുന്നു. യേശു അർപ്പിച്ച ആ ബലിയിൽ ഞാൻ ഭാഗവാക്കാകുന്നു. ഈ അപ്പോസ്തോലിക പാരമ്പര്യത്തിന് ഞാൻ ഭാഗവാക്കായി തീരുന്നു. ഈ അപ്പോസ്തോലിക കൂട്ടായ്മയോട്, സഭാ കൂട്ടായ്മയോട് നാം ഒന്നുചേരുന്നു. കുരിശില്ലാതെ ഈ ബലിവേദിയിലേക്ക് കടന്നു വരിക സാധ്യമല്ല എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കുരിശിലേക്കുള്ള യാത്രയിൽ ഞാൻ അല്പസമയം കൂടി എടുത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കുരിശിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഈ മഹാകുരിശിന്റെ വഴിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ എന്റെ കുരിശിനെ തിരിച്ചറിയാനും എന്റെ കുരിശിനെ യേശുവിന്റെ കുരിശിനോട് ചേർത്ത് രക്ഷണീയമാക്കി തീർക്കാനും ശ്രമിക്കുക എന്നുള്ളത്. നമ്മൾ ഒത്തിരി നിലവിളിച്ചിട്ടുണ്ടാവും. എത്രയോ പലപ്പോഴും എന്താണ്? കള്ള നിലവിളികളാണ്. എനിക്ക് വേണ്ടി, എന്റെ വിജയത്തിന് വേണ്ടി, എന്റെ രോഗം മാറാൻ വേണ്ടി, എന്റെ കാര്യസാധ്യത്തിന് വേണ്ടി. യേശുവിന്റെ നിലവിളി തനിക്ക് വേണ്ടിയായിരുന്നില്ല, നമുക്ക് വേണ്ടി അവർ നിലവിളിച്ചു. ആ നിലവിളിയോട് ചേർത്ത് ലോകത്തിന് മുഴുവനും വേണ്ടി നിലവിളിക്കാൻ. അതാണ് വിലപിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞാൽ ഇരുന്നു കൊണ്ട് തനിക്ക് വേണ്ടി കരയുന്നവർ എന്നുള്ളതല്ല, മറിച്ച് അനേകർക്ക് വേണ്ടി കരയുന്ന. അതാണ്. കരയാൻ എത്രയോ വിഷയങ്ങളുണ്ട്. യേശുവിനോട് ചേർന്ന് കരയാനുള്ള എത്രയോ വിഷയങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മഹാകുരിശിന്റെ വഴിയിൽ സഭയായി ഒരുക്കത്തോടെ, കൂട്ടായ്മയായി, അനുതാപത്തോടെ, പ്രായശ്ചിത്ത മനോഭാവത്തോടെ നാം പങ്കാളികളാകുമ്പോൾ എനിക്കുള്ള എല്ലാ കുരിശിനെയും തിരിച്ചറിയാനും അവിടുത്തെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനും തയ്യാറാകുക. എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ള യേശുക്രിസ്തുവിന്റെ ആ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുരിശിനെ കുരിശല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ രോഗങ്ങളും സൗഖ്യമാകാനുള്ളതല്ല.
ആ സൗഖ്യങ്ങൾ കൃപയായി രൂപാന്തരപ്പെടാനുള്ളതാണ്. ഞാനും മാരകമായ രോഗത്തിന് വിധേയനായ വ്യക്തിയായിരുന്നു. ഒരു 13-14 വർഷം മുമ്പ് എന്റെ പൗരോഹിത്യ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്കും പുതിയൊരു ആത്മീയ അനുഭവത്തിലേക്കും നയിക്കപ്പെട്ട എന്റെ ജീവിതത്തെ വേർതിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. മാരകമായ ക്യാൻസർ രോഗത്തിന് വിധേയനായിരുന്നു. എല്ലാ തരത്തിലുമുള്ള ചികിത്സയ്ക്ക് ഓപ്പറേഷൻ, 6 കോഴ്സ് കീമോതെറപ്പി, 29 റേഡിയേഷൻ, ഇതിനെല്ലാം ഞാൻ വിധേയനായതാണ്. ഒരു കോളേജിന്റെ പ്രിൻസിപ്പലായിരിക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ആ സന്ദർഭത്തിലും ധാരാളം ഓടി നടന്ന് പ്രസംഗിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. മറ്റുള്ളവരൊക്കെ തീർച്ചയായും അടക്കം പറഞ്ഞു, പലരും അടക്കം പറഞ്ഞു, പരിഹാസത്തോടെ സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയാം ഇതെല്ലാം എന്താണ്. പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വേദനകൾ അനുഭവിക്കുന്നത്, കുരിശുകൾ അനുഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പാപം കൊണ്ട് മാത്രമാണ് എന്ന് വിചാരിക്കും. വെറും മൂടുപടത്തിനുള്ളിൽ വചന ശുശ്രൂഷ നടത്തിയത് കൊണ്ടാവാമെന്ന് തെറ്റിദ്ധരിച്ചവർ അനേകരുണ്ട്. പക്ഷേ നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ അതിന്റെ പരമാവധി ഫലദായകത്വം ഉണ്ടാകാൻ അവിടുന്ന് നമുക്ക് നൽകുന്ന വേദനകൾ, തകർച്ചയുടെ അനുഭവങ്ങൾ, ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ, പരിഹാസത്തിന്റെ അനുഭവങ്ങൾ, അവയെല്ലാം നമ്മുടെ ശുശ്രൂഷാവേദികളെ ഫലദായകമാക്കി തീർക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടെന്താണ് ഇപ്പോൾ എനിക്ക് ക്യാൻസർ രോഗം എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം മനസ്സിലാകും. രോഗ ഉയരത്തെപ്പറ്റി അറിയുമ്പോൾ ഉണ്ടാകുന്ന ഞെട്ടൽ എന്താണെന്ന് മനസ്സിലാകും. അത് എത്രമാത്രം മാനസികമായും ശാരീരികമായും വല്ലാതെ മടുപ്പിക്കും, തകർത്ത് കളയുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ശുശ്രൂഷയുടെ, ചികിത്സയുടെ ആ ഒരു മടുപ്പിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് വേണ്ടി നിലവിളിക്കാൻ എനിക്ക് സാധിക്കും. പക്ഷേ ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്നത് പോലെ വല്ലാത്തൊരു ആഘാതമായിട്ടാണ് എന്റെ ജീവിതത്തിലേക്ക് ഇത് കടന്നു വന്നത്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം വളരെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്നാണ്. ആ ഓടിക്കൊണ്ടിരിക്കുന്ന നാം എന്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ വീഴാനിടയായി എന്നുള്ള ആ ഒരു വല്ലാത്ത നൊമ്പരം പലപ്പോഴും എന്താണ്, ദൈവശിക്ഷയായോ ശാപമായോ നാം തെറ്റിദ്ധരിച്ച് എല്ലാം അവസാനിച്ചു എന്ന് കരുതാനിടയായിത്തീരും. എന്റെ ജീവിതത്തെ പലരും എഴുതിത്തള്ളിയതാണെന്ന് എനിക്ക് സഹപ്രവർത്തകര്, വൈദിക സഹോദരങ്ങള്, പലപ്പോഴും അധികാരികൾ പോലും ഇവിടെ അവസാനിക്കുന്നു എന്ന് പൊതുതീർപ്പ് കൽപ്പിച്ചതിൽ നിന്നും അവിടെ നിന്നും ഒരു പുനർജന്മം പോലെ പുതിയൊരു ജ്വാലയായി എന്നെ ഉയർത്തിക്കൊണ്ടുവന്നത് എനിക്ക് ലഭിച്ച ഈ രോഗവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുമാണ് എന്നുള്ള ആ ഒരു സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ഈ ദിവസം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷകനായ യേശുവേ, കർത്താവായ ദൈവമേ, അവിടുന്ന് നൽകുന്ന വേദനകളെ, തകർച്ചയുടെ അനുഭവങ്ങളെ, രോഗങ്ങളെ സമ്മാനമായി സ്വീകരിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. എന്റെ ബലി ജീവിതത്തെ സജീവമാക്കാൻ, എന്റെ ബലിയർപ്പണത്തെ സമ്പൂർണമാക്കാൻ, എന്റെ മാനസാന്തരം പൂർണ്ണമാക്കുവാൻ അവിടുന്ന് നൽകുന്ന കുരിശനുഭവങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. അവിടുത്തെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് നൽകുന്ന എല്ലാ വേദനകളെയും ഞാൻ സ്വീകരിക്കുന്നു. രക്ഷണീയമാക്കുവാൻ വിശ്വാസത്തിന്റെ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചികിത്സ, ഓപ്പറേഷൻ കഴിഞ്ഞു. ആ ദിവസങ്ങളിലൊക്കെ എനിക്ക് വലിയ ആഘാതമായിരുന്നു. തലയ്ക്കടിയേറ്റതുപോലെ. ശരീരത്തിന്റെ വേദന മാത്രമായിരുന്നില്ല, മനസ്സിന്റെ വേദനയും. ജീവിതം മുഴുവനും ഇരുട്ട് കയറിയ ഒരു അനുഭവത്തിലുമായിരുന്നു. പക്ഷേ സാവകാശം ഞാൻ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജപമാല എന്റെ തലയിണ കീഴിൽ നിന്നും എന്റെ വേദനയ്ക്ക് മധ്യേ ഞാൻ എടുത്ത് വീണ്ടും ആ ജപമാല ഉരുട്ടിക്കൊണ്ടേയിരുന്നു. പൂർണ്ണമായും എന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടല്ല എങ്കിലും ധാരാളം ജപമാലകൾ ഞാൻ ചൊല്ലി.
പാവപ്പെട്ട അമ്മച്ചിമാര്, പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ ഞാൻ നടത്തിയിരുന്ന വചന ശുശ്രൂഷകളെ തുടർന്ന് അമ്മമാരുടെ ആ നിലവിളിയും അവരുടെ മാതാവിനോടുള്ള, അമ്മയോടുള്ള പ്രത്യേകമായ ആ ഒരു ബന്ധവും ഭക്തിയും എന്റെ ജീവിതത്തിലേക്ക് ആ പരിശുദ്ധ അമ്മയോടുള്ള വലിയൊരു അഭിനിവേശം ഉണ്ടാക്കാനിടയായി. അതിൽ നിന്നുമുണ്ടായ ആ ഒരു ആവേശവും അതെനിക്ക് നൽകിയ പ്രചോദനവുമാണ് എന്നെ ഈ പുതുജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഞാൻ വിശ്വസിക്കുന്നു. തുടരെ ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്ന ജപമാലകൾ സാവകാശം എന്റെ ജീവിതത്തിൽ പ്രത്യാശയ കടത്തിക്കൊണ്ടുവന്നു. ഒരു പുലർച്ചയ്ക്ക് ഞാൻ എഴുന്നേൽക്കുമ്പോൾ, ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു പുലർച്ചയ്ക്ക് ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് മാനസികമായി വലിയൊരു ആഹ്ലാദം അനുഭവപ്പെട്ടു. എന്റെ രോഗം യഥാർത്ഥത്തിൽ എന്റെ ജീവിതത്തിന്റെ അവസാനം കുറിക്കാനല്ല, മറിച്ച് പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് വാങ്ങിത്തന്ന ഒരു സമ്മാനമാണ് എന്ന് തിരിച്ചറിവോടുകൂടി അന്നു മുതൽ ഇന്നുവരെയും എന്റെ രോഗത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനുള്ള വിശ്വാസത്തിന്റെ വലിയൊരു കൃപ, ഒരു അഭിഷേകം പോലെ എന്നിലേക്ക് എഴുന്നള്ളി വന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ പിന്നാലെ നടന്ന പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ വേദനയുടെ അനുഭവങ്ങളെ, ആ വേദനയുടെ അനുഭവങ്ങളെയാണ് പരിശുദ്ധ അമ്മ രഹസ്യങ്ങളാക്കി മാറ്റിയത്. അതാണ് വേദനയുടെ അനുഭവങ്ങളെ പലപ്പോഴും നാം എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? നമ്മുടെ അത് മനസ്സിലാണ് സ്വീകരിക്കുന്നത്, ബുദ്ധിയിലാണ് സ്വീകരിക്കുന്നത്. പരിശുദ്ധ അമ്മ യോഹന്നാനെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. പരിശുദ്ധ അമ്മ ഇതെല്ലാം തന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു. അതെല്ലാം രഹസ്യങ്ങളായി മാറി. അതുകൊണ്ടാണ് ഈ സന്തോഷത്തിന് രഹസ്യങ്ങൾ എന്ന് ധ്യാനിക്കുന്ന ആ രഹസ്യങ്ങൾ പോലും എന്താണ്? പരിശുദ്ധ അമ്മയിലെത്തിയപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളായിരുന്നു. പെട്ടെന്ന് ഭയപ്പെടുത്തുന്ന ഒരു സന്ദേശമായി കടന്നു വന്നതും, അവിടെ 3 ദിവസത്തെ യാത്രയും, അവിടെ പോയി അവിടെ 3 മാസത്തിലേറെ അവിടെ ഒരു പരിചാരികയെ പോലെ ചെയ്യുന്ന ജോലിയും, ഏതാണ് ഈ മകനെ സ്വീകരിച്ച് പുൽക്കുടുത്തിൽ കിടത്തേണ്ടി വരുന്ന വേദനയും, മകൻ നഷ്ടപ്പെടുന്ന ആ തീവ്രമായ അനുഭവവുമെല്ലാം സന്തോഷത്തിന്റെ രഹസ്യങ്ങളായത് എങ്ങനെയാണ്? അവയെല്ലാം പരിശുദ്ധ അമ്മ ആ മുഹൂർത്തത്തിൽ അതെല്ലാം വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. അവയെല്ലാം രഹസ്യങ്ങളായി ഹൃദയത്തിൽ സ്വീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, അവയെല്ലാം സന്തോഷത്തിന്റെ അനുഭവങ്ങളായി മാറി. എന്റെ രോഗം എനിക്ക് സന്തോഷത്തിന്റെ രഹസ്യമായി. എന്റെ ജീവിതത്തിൽ ജനിച്ചിട്ടുള്ള പരിഹാസങ്ങൾ എനിക്ക് സന്തോഷത്തിന്റെ രഹസ്യങ്ങളായി തീർന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാപത്തിന്റേതെന്ന് തോന്നിക്കുന്ന അനുഭവങ്ങളെ അനുഗ്രഹത്തിന്റെ രഹസ്യങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ് ക്രൈസ്തവ ജീവിതമെന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അത് സാക്ഷ്യമായി തീരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദിവസങ്ങളിൽ എനിക്ക് എഴുന്നേറ്റ് നിന്ന് കുർബാന ചെല്ലാൻ പോലും സാധിക്കുമായിരുന്നില്ല. ഒരു മുഴുവൻ കുർബാന ചെല്ലാൻ ഞാൻ എത്രമാത്രം ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ അതിനുശേഷം എന്റെ ജീവിതത്തിൽ 13-14 വർഷമായി പ്രിയപ്പെട്ടവരെ, എനിക്ക് ആത്മീയമായി ദൈവം നൽകിയ വലിയ ഒരു അഭിഷേകം. ഞാൻ മെത്രാനായി എന്നുള്ളതല്ല, അതൊക്കെ ആ ആത്മീയമായ ഒരു അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ എത്രയോ താഴെയുള്ള ദൈവിക ഇടപെടലായി മാത്രമാണ് കാണുക. മറിച്ച് ദൈവം അവിടുത്തെ സ്പർശനത്താൽ അടയാളപ്പെട്ട മുദ്രകളായി എന്റെ ഓപ്പറേഷന്റെ മുറിവുകളും എന്റെ ചികിത്സയുടെ ഓർമ്മകളും രൂപാന്തരപ്പെട്ടു എന്നുള്ളതാണ് എന്റെ ജീവിതത്തെ കുരിശിനോട് കൂടുതൽ അടുപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ സൂചിപ്പിച്ചു തുടങ്ങിയത് പ്രിയപ്പെട്ടവരെ, അതാണ് ഈ കുരിശ്. നാം കണ്ടു കുരിശ് എങ്ങനെ രക്ഷണീയമായി തീർന്നു. എന്റെ കുരിശുകൾ എങ്ങനെയാണ് രക്ഷണീയമായി തീരുന്നത്? ഏത് കുരിശിനാണ് ശക്തി? ഞാനൊരു കുരിശായി മറ്റുള്ളവരുടെ മുമ്പിൽ തീരുന്നത് എങ്ങനെയാണ്? രക്ഷണീയമല്ലാത്ത ഒരു ഭാരമായി തീരുമ്പോഴാണ്. സാധാരണക്കാരുടെ തോളിൽ പിടിച്ചു വയ്ക്കുന്ന ഒരു കുരിശ് ഒരു കൊലയാളിക്ക് അതൊരു ഭാരമാണ്. എന്നാൽ യേശുക്രിസ്തു വെളിപ്പെടുത്തപ്പെട്ട രഹസ്യങ്ങൾ അനുസരിച്ച് എന്താണ്? ഈ കുരിശിനെ സ്വീകരിച്ചത് ചുംബിച്ചാണ് ഈ കുരിശിനെ സ്വീകരിച്ചത്. അത് വളരെ പ്രതീകാത്മകമായ ഒന്നാണ്. വളരെ പ്രതീകാത്മകമായ
വിശുദ്ധർക്ക് വെളിപ്പെടുത്തപ്പെട്ട ആ ഒരു രഹസ്യം അതാണ്. യേശു കുരിശിന് ഭാരമുള്ള കുരിശാണ്. ആ കുരിശിനെ ബലിപീഠമാക്കി രൂപാന്തരപ്പെടുത്താനുള്ളതാണ്. വചനപീഠം തലമുറകൾക്ക് വചനം വെക്കുവയ്ക്കാനുള്ള വചനപീഠമാണ്. ആ കുരിശിനെ ചുംബിച്ച് സ്വീകരിച്ചുകൊണ്ട് ആ ഭാരവേറെ കുരിശും വഹിച്ചുകൊണ്ടുള്ള ആ ഒരു യാത്ര. എന്റെ കുരിശുകളെ ഇതുപോലെ ദൈവകരങ്ങളിൽ നിന്ന് ചുംബിച്ച് ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ സാധിക്കുക. അങ്ങനെ എന്റെ കുരിശും ഞാനും തമ്മിലുള്ള ആ ഒരു ഒന്നാകലാണ് ബലിപീഠം. അപ്പോഴെന്താണ്? ഞാൻ തന്നെ ഒരു അനുഗ്രഹിക്കപ്പെട്ട രക്ഷണീയമായ കുരിശായി രൂപാന്തരപ്പെടും. ഞാൻ ഏത് മനോഹരമായ കുരിശ്, സ്വർണ്ണ കുരിശ് കൊണ്ട് ആശീർവദിച്ചാലും ആ സ്വർണ്ണ കുരിശ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരാശീർവാദവും ആർക്കും കിട്ടുകയില്ല. അതിന്റെ പിൻപിൽ കുരിശ് വരയ്ക്കുന്ന എന്റെ ജീവിതത്തിൽ ഈ കുരിശിന്റെ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ എന്റെ ആശീർവാദം ആരിലും എത്തുകയില്ല എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് അല്ലയോ പ്രിയപ്പെട്ട വിശ്വാസി, അല്ലയോ പ്രിയപ്പെട്ട സഹോദര, അല്ലയോ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ജീവിതത്തിൽ അടയാളപ്പെടുത്തുന്ന കുരിശടയാളങ്ങൾ എവിടെ എന്നുള്ള ചോദ്യത്തിന് ജീവിതത്തിൽ പ്രത്യുത്തരം നൽകാൻ സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവമേ, എന്റെ രക്ഷകനെ, എന്റെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയിരിക്കുന്ന കുരിശടയാളങ്ങളെ തിരിച്ചറിയാൻ, രക്ഷണീയമാക്കി തീർക്കാൻ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. തോമാസ് ശ്ലീഹ കാണാൻ ആഗ്രഹിച്ചത് ഉദ്ധിതനായ യേശുവിന്റെ മുഖം മാത്രമല്ല, മറിച്ച് അവിടുത്തെ ആണിപ്പാടുകളാണ്. അവൻ അന്ന് കണ്ടത് എന്താണ്? അവനെ ഭയപ്പെടുത്തുന്ന മുറിപ്പാടുകളായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനത്തിന്റെ മുറിപ്പാടുകളെ നമ്മെ നൊമ്പരപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നായി അവശേഷിപ്പിക്കാനുള്ളതല്ല. അത് ഒരു സാക്ഷ്യമായി മാറണമെന്നുണ്ടെങ്കിൽ, സുവിശേഷമായി മാറണമെന്നുണ്ടെങ്കിൽ മഹത്വീകരിക്കപ്പെട്ട മുറിവിനെ തലോടാൻ എനിക്ക് സാധിക്കണം. അതുകൊണ്ടാണ് അവൻ നിർബന്ധം പിടിച്ചത്. ഞാൻ ആരോ പറഞ്ഞു കേട്ടവനെ പറ്റി പ്രസംഗിക്കുക സാധ്യമല്ല. അവൻ നിർബന്ധം പിടിച്ചു. 8-ാം ദിവസം കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി കാത്തിരുന്ന തോമസിന്റെ അടുത്തേക്ക് അവന് വേണ്ടി എന്നവണ്ണം യേശു ഇറങ്ങി വന്നു. തോമസ് എന്ന പേര് വിളിച്ചു. അപ്പോസ്തലന്മാരിൽ ആദ്യം പേര് ചൊല്ലി വിളിച്ചത് അവിടുത്തെ കുരിശടയാളങ്ങൾ കാണാൻ, പഞ്ചക്ഷതം കാണാൻ ആഗ്രഹിച്ച തോമസിനെയാണ്. നീ അടുത്തു വരിക. അവൻ അടുത്തു വന്നു. അവൻ കരം വെച്ചോ എന്ന് നമുക്കറിയില്ല. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ തിരുമുഖത്തേക്ക് നോക്കി, വിലാപ്പുറത്തേക്ക് നോക്കി, തിരുമുറിവുകളിലേക്ക് നോക്കി, അവിടെ നിന്നുകൊണ്ട് തോമാസ് ശ്ലീഹ ആ ശതാധിപൻ വിളിച്ചു പറഞ്ഞ ആ വിശ്വാസത്തിന്റെ തുടർച്ചയായി ദിഗന്ധങ്ങൾ പൊട്ടുമാറ് ഇപ്പോഴും ഏതൊരു വിശ്വാസിയെയും കുളിർകോരിയടിയിക്കുന്ന ഒരഭിഷേകത്തിന്റെ പ്രഖ്യാപനം. എന്റെ കർത്താവും എന്റെ ദൈവവുമേ, യേശു ക്രിസ്തുവിനെ കർത്താവാക്കി മാറ്റിയത്, എന്റെ കർത്താവാക്കി മാറ്റിയത്, എന്റെ രക്ഷകനാക്കി മാറ്റിയത് ഈ മഹത്വീകരിക്കപ്പെട്ട മുറിവുകളാണ്. അല്ലെ പ്രിയപ്പെട്ട സഹോദര, ഈ മുറിവ്, രക്തമെടുക്കുന്ന മുറിവുകളുമായി മടങ്ങിപ്പോകരുത്. അതാണ് ഈ ജീവിതയാത്രയിൽ, പഥയാത്ര, നമ്മളുടെ ഈ ശ്ലീബാപാതയിൽ, ഈ കുരിശിന്റെ വഴിയിൽ, മഹാകുരിശിന്റെ വഴിയിൽ മുറിവേറ്റവരാണ് നാം എല്ലാവരും. കുരിശ് വഹിക്കുന്നവർ നാമാണ് നാം ഓരോരുത്തരും. എന്റെ മുറിവുകൾ ഇനി രക്തമൊഴുക്കുന്ന ഭയപ്പെടുത്തുന്ന മുറിവുകളല്ല, യേശുവിന്റെ മുറിവുകളോട് ചേർത്ത് വെച്ച് എന്റെ മുറിവുകളെ സുഖപ്പെടുത്താനും മഹത്വീകരിക്കാനും സാധിച്ച് അങ്ങനെ സാക്ഷികളാക്കി യേശുവിന്റെ സ്പർശനത്തിന്റെ അടയാളങ്ങളുമായി മടങ്ങിപ്പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഗോകുൽത്തായിലേക്കുള്ള യാത്രയിൽ അവിടെ 3 വീഴ്ചകളുണ്ട്, 4 കണ്ടുമുട്ടലുകളുണ്ട്, 3 വിശ്രമങ്ങളുണ്ട്. നമുക്കറിയാം. അതെല്ലാം ഇപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന കുരിശുകൾ, അത് ദൈവം നൽകിയ കുരിശുകളുണ്ട്. അത് തിരിച്ചറിയണം, സന്തോഷത്തോടെ സ്വീകരിക്കണം. ഞാൻ തന്നെ വലിച്ചു വെച്ച കുരിശുകളുണ്ട്, അതും രക്ഷണീയമാക്കി മാറ്റണം. മറ്റുള്ളവർ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള കുരിശുകളുണ്ട്, അതിന് അവരോട് വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്താതെ
അവർക്ക് വേണ്ടി കൂടിയായി സ്നേഹപൂർവ്വം അവരോട് ക്ഷമിച്ചുകൊണ്ട് ഈ കുരിശിനെയും യേശുവിന്റെ കുരിശിനോട് ചേർത്ത് വെച്ച് രക്ഷണീയമാക്കുക. ഞാനിത് വഹിച്ചേ പറ്റൂ. യേശു ആദ്യത്തെ വീഴ്ച അത് കുരിശിന്റെ ഭാരം കൊണ്ടുള്ള വീഴ്ചയാണ്. വഹിക്കാൻ വയ്യാത്ത കുരിശ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷെ ചാടി എഴുന്നേൽക്കുന്ന നമുക്കൊരു ദൗത്യബോധമുണ്ട്. നമ്മുടെ ബലി പൂർത്തിയാക്കേണ്ടത് ഈ വീണ് കിടക്കുന്ന അവസ്ഥയിലല്ല. അത് ഏത് തരത്തിലുള്ള വീഴ്ചയുമാകട്ടെ, ഇനിയും മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കും. ആ ഒരാത്മശക്തി നമ്മൾ കൊള്ളണം. രണ്ടാമതായി യേശു വീണത് മറ്റുള്ളവരുടെ പീഡനം കൊണ്ടാണ്. അങ്ങനെ നാം പലപ്പോഴും വീഴ്ത്തപ്പെട്ടിട്ടുണ്ടാവും. അവരോട് നാം ക്ഷമിക്കണം. അവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് യാത്ര തുടരണം, ചാടി എഴുന്നേൽക്കണം. മൂന്നാമതായി ഈ പരിശീലനത്തിനായ യേശു തന്റെ ജഡത്തിന്റെ ബലഹീനതകൾ കൊണ്ട് വീണു. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മളൊക്കെ മണ്ണാണ്, നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മളൊക്കെ ബലഹീനരാണ്. നമുക്ക് വീണുപോകാൻ സാധ്യതയുണ്ട്. വീണുപോയി എന്ന് കരുതി എന്താണ് എല്ലാം അവസാനിക്കുന്നില്ല. എന്റെ ജഡത്തിന്റെ ബലഹീനത അതാണ്. വീണുപോയിട്ടുണ്ടാവാം. അവരെ ഒന്നും നാം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ ഒന്നും അകറ്റി നിർത്തിയിട്ട് കാര്യമില്ല. അവര് ബലഹീനരായ മനുഷ്യർ ചിലപ്പോൾ ഈ ജഡത്തിന്റെ ബലഹീനതകൾ വീണുപോയിട്ടുണ്ടാവാം. അവിടെ നിന്നും ചാടി എഴുന്നേൽക്കണം. കണ്ടുമുട്ടൽ നമുക്കറിയാം. യേശുവിന്റെ യാത്രയിൽ ആദ്യം കണ്ടുമുട്ടുന്ന പരിശുദ്ധ അമ്മയാണ്. അത് ആരംഭത്തിലുള്ള അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന മുഹൂർത്തം മുതലുള്ള ആ സംഭവം ധ്യാനിക്കുമ്പോഴും അത് തന്നെയാണ്. ഇവിടെ വീണ് കിടക്കുന്ന യേശുവിനെ കണ്ടുകൊണ്ടാണ് പരിശുദ്ധ അമ്മ അലമുറയിട്ട് കൊണ്ടുവരുന്നത്. അമ്മയുടെ സാന്നിധ്യം യേശുവിനെ നഷ്ടധൈര്യനാക്കി തീർക്കുകയല്ല, പുതിയ ഒരാവേശവും ചൈതന്യവും ആ കണ്ണുകളിലൂടെ പരിശുദ്ധ അമ്മ അവരിലേക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്റെ അനുഭവം ഞാൻ എത്രയോ അനുഭവങ്ങൾ എനിക്ക് മറ്റുള്ളവരിൽ നിന്നും എനിക്ക് പറയാൻ സാധിക്കും. അമ്മ എഴുന്നേൽപ്പിച്ച് നടത്തിയ എത്രയോ ഉദാഹരണങ്ങൾ. പക്ഷോ ഈ അമ്മയെ കണ്ടുമുട്ടാതെ നമുക്ക് യാത്ര ക്ലേശകരമാണ്. അതാണ് അമ്മ പിന്നാലെയുണ്ട്. യേശുവിന്റെ രക്തത്തിൽ ചവിട്ടിക്കൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അമ്മയുടെ സാന്നിധ്യം യേശുവിന്ന ആ ബലിയർപ്പകനെ ശക്തനാക്കി എന്നുള്ളത് നാം ഓർമ്മിക്കണം. രണ്ടാമതായി ശമയോന്റെയാണ് നമുക്കറിയാം. ശമയോൻ അവൻ അറിഞ്ഞുകൊണ്ട് വന്ന് സഹായിച്ചതല്ല, പ്രേരിപ്പിച്ചതാണ്. പക്ഷേ നാവും അതുപോലാണ്. ചിലപ്പോൾ മറ്റുള്ളവരുടെ കുരിശ് താങ്ങിക്കൊടുക്കാൻ മറ്റുള്ളവരുടെ പ്രേരണയോ സമൂഹത്തിന്റെ പ്രേരണയോ സാഹചര്യങ്ങളുടെ പ്രേരണയോ ആവാം. പക്ഷേ നമുക്കറിയാം, മറ്റുള്ളവരെ ഒന്ന് താങ്ങിക്കൊടുത്താൽ എന്തോ ഒരു സന്തോഷമാണ്. അതാണ് സാവകാശം. ശമയോൻ ആദ്യം പ്രേരിപ്പിക്കപ്പെടുകയായിരുന്നെങ്കിലും പിന്നീട് ഈ ഒരു സഹായം അവനൊരു ആഹ്ലാദമായി തോന്നി. മറ്റുള്ളവരെ എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന രഹസ്യ കുരിശാകാം, പരസ്യ കുരിശാകാം, മറ്റനേകരുണ്ട്. അവരുടെ കുരിശുകളെ താങ്ങിക്കൊടുത്തുകൊണ്ടുള്ള യാത്രയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ബലി ജീവിതത്തിൽ പ്രധാനമായിട്ടുള്ളത്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ താങ്ങി നടത്തിയിട്ടുള്ള എത്രയോ ശമയോന്മാർ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവരെ ഈ ധ്യാനത്തിൽ നമ്മൾ ഭാഗഭാക്കാകണ്ടേ. അവരെ അമ്മയാകാം, അപ്പനാകാം, അധ്യാപകരാകാം, സഹപാഠികളാകാം, ഒരുപക്ഷെ നമ്മൾ വിമർശിച്ചവരാകാം, നാം ഒരിക്കൽ മാത്രം വാഹനത്തിൽ വെച്ച് കണ്ടുമുട്ടിയവരാവാം. അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രോത്സാഹനവും പ്രേരണകളും നന്മകളും നൽകിയിട്ടുള്ളവരാണ്. അതിനുശേഷം നമുക്കൊരു വെറോനിക്കയുടെ കാര്യം അറിയാം. വെറോനിക്ക ആ മുഖം തുടച്ചു. എല്ലാവരും എതിരാണ്. പക്ഷേ അതിനെ ഒന്നും നോക്കാതെ ഒരു സാക്ഷി, ആദ്യത്തെ ക്രിസ്ത്യൻ നേഴ്സ് ഓടി വന്ന് ഒന്ന് മുഖം തുടച്ചു. മദർ തെരേസ പറയുന്നത് പോലെ എന്താണ് അത്? യേശുവിന്റെ മുഖം തുടച്ചാൽ നമുക്ക് യേശുവിന്റെ മുഖം തെളിഞ്ഞു കിട്ടും. ഈ രോഗിയുടെ കണ്ണുനീര് തുടച്ചാൽ യേശുവിന്റെ മുഖം നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞു കിട്ടും. അതാണ്. അങ്ങനെ നമ്മെ ആശ്വസിപ്പിച്ചിട്ടുള്ളവരെ നാം തീർച്ചയായും ഓർമ്മിക്കണം. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് ലഭിച്ച അവസരങ്ങൾ നാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നാം തീർച്ചയായും ദൈവസന്നിധിയിൽ മാപ്പിരക്കണം. അവസാനം എന്താണ്? ആ സ്ത്രീകളാണ്, നഗരത്തിലെ സ്ത്രീകൾ. അവരുടെ കരച്ചിൽ, വലിയ അലമുറ. യേശു എന്താണ് അതിനു മുമ്പ് തലേ ദിവസം ഗെത്സമേനിൽ വെച്ച് ആരംഭിച്ച യാത്രയാണ്. അന്ത്യത്താഴത്തിൽ ഭക്ഷിച്ചതിന് ശേഷം ഒന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തിട്ടില്ല. അവിടെ രക്തം വിയർത്തു, അവിടെ ശരീരം തകർക്കപ്പെട്ടു, അവിടെ ആ മാംസം മുഴുവനും വഴിയിൽ ചിതറി വീണു. രാത്രി ഒരു ഉറക്കമില്ലായ്മയും ഉറക്കമില്ലാത്ത ഒരു രാത്രിയും പീഡനങ്ങളുടെ ആ മണിക്കൂറുകളും പിന്നിട്ട് അവിടെ തളർന്ന് മുന്നോട്ട് നീങ്ങുന്ന, വലിഞ്ഞു നീങ്ങുന്ന യേശു ഒരു കരച്ചിൽ കേട്ടുകൊണ്ട് ശാന്തമായി പിന്തിരിഞ്ഞു. കരച്ചിൽ കേട്ടാൽ അവിടുന്ന് എല്ലാ ക്ഷീണവും മറക്കും. പിന്തിരിഞ്ഞു നോക്കി ശാന്തമായി സംസാരിച്ചു.
നിങ്ങൾ കരയണ്ട എന്നല്ല പറഞ്ഞത്, കരയണം. അതാണ് മധ്യസ്ഥതയുടെ കരച്ചിൽ, നമ്മുടെ അമ്മമാരുടെ കരച്ചിൽ. എന്നെ നിർത്തിയിരിക്കുന്നത് ആരാണ്? എന്റെ അമ്മയുടെ കരച്ചിൽ. നമ്മളെ ഓരോരുത്തരെയും, വൈദിക സഹോദരങ്ങൾക്ക്, സന്യസ്തർക്ക് അറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അറിയാം. നമ്മുടെ അമ്മമാര് നമ്മളൊക്കെ കിടന്ന് ഉറങ്ങുമ്പോഴും പലപ്പോഴും ഈ അമ്മമാരുടെ കരച്ചിൽ കേട്ട് നമ്മൾ ഞെട്ടി ഉണർന്നിട്ടില്ലേ? അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഈ കണ്ണുനീരിന്റെ കൃപ ഉണ്ടാവണം. നമുക്ക് വേണ്ടി കരയേണ്ടവരെ നാം എവിടെയെങ്കിലും വൃദ്ധസദനത്തിലാക്കിയാലോ അതാണ് വല്ലാത്തൊരു അനാഥത്വമാണ്. അതിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്ന കൃപ. അപ്പോൾ ആ കണ്ണുനീരിന്റെ വിലാപത്തിന്റെ ആ ഒരു സ്വരം തീർച്ചയായും നമ്മളുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും ഉയരേണ്ടതുണ്ട്. 3 വിശ്രമത്തിന്റെ കാര്യം നിങ്ങൾക്കറിയാം. 1, യേശു തന്റെ തോളിലേക്കാണ് തലചായിച്ചത്, ശൂന്യതയിലേക്കാണ് തലചായിച്ചത്. അവിടുന്ന് പിതാവിന്റെ തൃക്കരങ്ങളിൽ തലചായിച്ചു. അതാണ് മരണം. മരണത്തെപ്പറ്റിയുള്ള നമ്മളുടെ ആ ഒരു ധ്യാനം അതാണ്. നമ്മള് ഇല്ലാതായി പോവുകയല്ല, പിതാവിന്റെ തൃക്കരങ്ങളിൽ തലചായിച്ചു. 2, പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ അവിടുന്ന് വിശ്രമിച്ചു. അവസാനം പരേതരോടൊപ്പം യേശു 3 ദിവസം പാർത്തു, വിശ്രമിച്ചു. നമ്മളുടെ പൂർവികരെ തീർച്ചയായും നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ കുരിശിനപ്പുറത്ത് തുറക്കപ്പെടുന്ന ഒരു കല്ലറ, ആ കല്ലറയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓരോ ക്രിസ്ത്യാനിയും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനും യേശുവിന്റെ പിന്നാലെ യാത്ര തുടരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുകൊള്ളുക. ഇന്ന് ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കാനും ഈ ഒരു വിശ്വാസത്തിന്റെ പുതിയൊരു അഭിഷേകം, ഒരു ചൈതന്യം പ്രാപിക്കാനും ഇടയായി തീർന്നതിലുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ചും നവീകരണ പ്രസ്ഥാനത്തിന്റെ കരിസ്മാറ്റിക് മൂവ്മെന്റ് ജൂബിലി ആഘോഷിക്കുന്ന വർഷമാണ്. ഈ വർഷം ആഗസ്റ്റ് മാസം 12, 13, 14, 15 ദിവസങ്ങളിൽ ഇരിഞ്ഞാലക്കുടയിൽ വെച്ച് നടക്കുന്ന ജൂബിലി മഹാസമ്മേളനമുണ്ട്. നിങ്ങൾ എല്ലാവരെയും പ്രത്യേകമായി ക്ഷണിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ പരിശുദ്ധ അമ്മയുടെ ഫാത്തിമയിലെ പ്രത്യക്ഷീകരണത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന അവസരമാണ്. അതുമായി ബന്ധപ്പെട്ട് ആഗസ്റ്റ് മാസം 15-ാം തീയതി മുതൽ നമുക്ക് ഒക്ടോബർ മാസം 31-ാം തീയതി വരെ വിവിധ ഇടങ്ങളിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അമ്മ സഞ്ചരിക്കുകയാണ്. അമ്മയുടെ പ്രതിരൂപം എന്ന് പറഞ്ഞുകൊണ്ടായില്ല, അമ്മ നടത്തുന്ന ഒരു യാത്ര. അതിനെല്ലാം നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുണ്ടാകണം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ബലഹീനനായ എനിക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാകണം. ഇവിടെ പട്ടത്തിലച്ഛന്റെ പ്രത്യേകമായ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരാൻ എനിക്കിടയായി. പ്രൊവിൻഷ്യാളച്ഛൻ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടു. നമ്മുടെ ശുശ്രൂഷയിലായിരുന്ന ബഹുമാനപ്പെട്ട അച്ഛന്റെ ആ ഉത്തരവാദിത്വം ഏറ്റവും അനുഗ്രഹകരമായി നിറവേറ്റാൻ വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മളുടെ സഭാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന, നേതൃത്വം നിറയിൽ നിൽക്കുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കാൻ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമുക്ക് ധാരാളം വിഷയങ്ങൾ നമ്മൾ നിയോഗങ്ങളായി വയ്ക്കാനുണ്ട്. ഈ അവസരത്തിൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏച്ചു ചൊല്ലുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷകനായ യേശുവേ, കർത്താവായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ രക്ഷണീയ കർമ്മങ്ങളുടെ യോഗ്യതയാൽ, പീഡാനുഭവങ്ങളുടെ യോഗ്യതയാൽ ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് നൽകിയിരിക്കുന്ന കുരിശുകളെ സ്നേഹിക്കാൻ രക്ഷണീയമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മയ്ക്ക് ലഭിച്ച കുരിശനുഭവങ്ങളെ മഹത്വീകരിച്ച എന്റെ അമ്മേ, അമ്മയുടെ മടിത്തട്ടിൽ വിമല ഹൃദയത്തോട് ചേർത്ത് എന്നെയും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
കരങ്ങൾ ഉയർത്തി കഥാവിനെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ നന്ദി, യേശുവേ നന്ദി. പിതാവേ, സ്വർഗത്തിൽ നിന്ന് നദി പൊട്ടിപ്പുറപ്പെടട്ടെ. കർത്താവേ, കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ നിന്ന്, ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് സ്ഫടികം പോലെ, തെളിതീര് പോലെ നദി ഞാൻ കാണുന്നു. അത് പരിശുദ്ധ അമ്മയുടെയും ഭൂദാശയുടെ നദികൾ ഞങ്ങൾ കാണുന്നു. കരമുയർത്തി വിളിക്കട്ടെ, സ്വരമുയർത്തി വിളിക്കട്ടെ. ഈ കഴിഞ്ഞുപോയ നിമിഷങ്ങളിൽ ഈ ആലയത്തിലേക്ക് ഒഴിഞ്ഞ കരകവിഞ്ഞൊഴിഞ്ഞ കൃപയോർത്ത് നന്ദി പറയുന്നു. യേശുവേ, യേശുവേ, യേശുവേ. വിളിച്ചുണരട്ടെ. യേശുവേ. അണിഞ്ഞുകൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകളിൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി, വളരെയറമുയർത്തി സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോ, സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോ, ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ, അതിൻ പേരല്ലോ സഹനം, അതിൻ പേരല്ലോ സഹനം. കരങ്ങൾ ഉയർത്തി നിങ്ങളുടെ മുറിവുകൾ മഹത്വീകരിക്കണമേ. നിങ്ങളുടെ സഹനങ്ങളെ വിശദമാക്കി തീർക്കണമേ. കുരിശിനെ ചുംബിച്ച് വിശദമാക്കി തീർക്കാം. സഹനങ്ങളെ സ്നേഹിച്ച് സഹനമായി തീരുവാൻ, കുരിശോട് ചേർന്നൊരു ബലിയായി തീരുവാൻ ഈ സമൂഹത്തെ ഒരുക്കിയ പിതാവേ, പിതാവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. കുരിശിന്റെ വഴിയിൽ ഞങ്ങൾക്ക് അവിടുത്തെ കണ്ടുമുട്ടണം. കുരിശിന്റെ വഴിയിൽ ഞങ്ങൾക്ക് അനുഗമിക്കണം. മറ്റൊരു ക്രിസ്തുവായി മാറണം. യേശുവേ.